ഒരു വലിയ ഇതോടെ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കരുത്, അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല പറയാൻ. പകരം ഞാൻ എന്തിനെ തവിയാന്ന് പറഞ്ഞത്, ആദ്യമായി ഞാൻ ഈ അമേരിക്ക വന്നപ്പോൾ ഒക്കൽഹോമ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. അപ്പം ആന്റി പറഞ്ഞു, മോളെ മോടെ വചനം ഒക്കെ കേട്ടു, മോളൊന്ന് വരണം, മോളെ പ്രസംഗിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ ആന്റി ഇത് ആദ്യമായിട്ട് എന്നെ ഒരു ചർച്ചിൽ, വലിയൊരു ചർച്ചിൽ പ്രസംഗിക്കാൻ വിളിക്കുന്നു. ആന്റി ഞാൻ അത്ര വലിയ പ്രാസംഗികയൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റി എന്നെ വിളിക്കണോ, കോൺഫറൻസ് ഒക്കെ ആകുമ്പോൾ മറ്റുള്ള ആൾക്കാരെ വിളിച്ചു. അപ്പൊ ആന്റി പറഞ്ഞു, ഇല്ല മോളെ, ഞാൻ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാ മോളെ വിളിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് മോളെ വിളിക്കും. അപ്പൊ ഞാൻ യാത്ര ചെയ്ത് പോയി, ആദ്യമായിട്ട് ഇൻ പേഴ്സൺ. സൂമിലൊക്കെ ആകുമ്പം നിങ്ങളെയൊക്കെ എനിക്ക് കാണുമ്പോഴും അല്ലെ, കുറച്ച് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ അല്ലേ. ഇപ്പൊ നമ്മൾ ഒരിടത്ത് ഡ്രൈവ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ യാത്ര ചെയ്ത് ഒരിടത്ത് പോയി നിന്നൊക്കെ മെസ്സേജ് പറയാന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ട് എനിക്ക്. അതുകൊണ്ട് അങ്ങനെ ഭയം നിരുന്നപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വന്ന് ഞാൻ എടുക്കണോ, യെസ് പറയണോ എന്ന് ചോദിച്ച് ദൈവസന്നിധി ഇരുന്നപ്പോ കർത്താവ് അന്ന് എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു. ആ വെളിപ്പാട് ഇതായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയുന്നത്, എന്നെ ഒരു വലിയ സദ്യ കാണിച്ചു കർത്താവ്, ഒരു വലിയ ടേബിള്. ആ ടേബിളില് നിറച്ച് ഭക്ഷണ സാധനങ്ങൾ, മനസ്സിലാകുന്നുണ്ടോ, എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും ഉണ്ട്. എന്നിട്ട് എന്നോട് കർത്താവ് പറഞ്ഞു, ഇത് കണ്ടോ നീയാ? ഞാൻ പറഞ്ഞു, കണ്ടു കർത്താവ്. പക്ഷെ എന്തുവാ? ഞാൻ പറഞ്ഞു, എല്ലാ തരം ഭക്ഷണം ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, ചേരയിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കി. ഞാൻ പറഞ്ഞു, ഒത്തിരി ഗസ്റ്റ് വന്നിരിപ്പുണ്ട്, വിശിഷ്ടമായ അനേക ഗസ്റ്റുകൾ വന്ന് കഴിക്കാനിരിക്കുക. കുഞ്ഞു പിള്ളേരുണ്ട്, ചിലരുടെ മുതിർന്നവരുണ്ട്, വലിയ പ്രായം ചെന്നവരുണ്ട്. അപ്പൊ പലരും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് ഒത്തിരി പേരുണ്ട്. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, ഓക്കെ, നീ പോയി ഭക്ഷണം നോക്കി അവിടെ എന്തിനെങ്കിലും കുറവുണ്ടോ നോക്കാൻ പറഞ്ഞു. ഞാൻ ആ ടേബിളിൽ പോയി നോക്കി. കഴിക്കാൻ ആൾക്കാരുണ്ട്, ചെയറുണ്ട്, ടേബിളുണ്ട്, പാത്രമുണ്ട്, പാത്രത്തിനകത്ത് ഭക്ഷണമുണ്ട്, വിവിധ തര ഭക്ഷണങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പ്ലേറ്റ് വരെ ആൾക്കാരുടെ ഫ്രണ്ടിലുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു, എല്ലാം ഉണ്ടോ, കുറവൊന്നുമില്ല? ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവ്, പക്ഷെ എല്ലാം ഉണ്ട്. കർത്താവ് പറഞ്ഞു, ഒരു കുറവും കാണുന്നില്ല? ഇല്ല. ഞാൻ പറഞ്ഞു, ഓക്കെ. ഞാൻ കർത്താവ് വിളിക്കും, ഇത് ആരാ വിളമ്പുന്നേ? കർത്താവ് പറഞ്ഞു, ഞാനാ വിളമ്പുന്നേ. ഓക്കെ, എന്നാ വിളമ്പാൻ പറഞ്ഞു. ഞാൻ നോക്കി നിൽക്കുക കർത്താവ് വിളമ്പാൻ. കർത്താവ് വിളമ്പുന്നില്ല. നോക്കി നിന്നപ്പോ കർത്താവ് ചോദിച്ചു, എല്ലാം ഉണ്ട്, പക്ഷെ വിളമ്പാൻ തവിയില്ല ഇവിടെ. മനസ്സിലായോ? അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എല്ലാം ഉണ്ടായിട്ട് തവി ഇല്ലാതെ വരുന്ന അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെ വിളമ്പി കൊടുക്കും? ബിരിയാണിയാ എങ്ങനെ വിളമ്പി കൊടുക്കും? അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് തവി വേണം. കർത്താവ് എന്നോട് പറഞ്ഞു, എല്ലാം ഉണ്ടായിട്ടും തവി ഇല്ലാതെ വന്നാൽ ഈ ഭക്ഷണം ഫ്രണ്ടിലുള്ള പാത്രങ്ങളിൽ ചെല്ലത്തില്ല. ഇതുപോലെ ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കി, എന്റെയാണ് വചനം, ഞാനാണ് ഈ വചനം വിഭാഗിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ എനിക്കൊരു ഉപകരണം ആവശ്യമായി ഇത് എത്തിച്ചു കൊടുക്കാൻ, അതായത് നിങ്ങളുടെ പാത്രങ്ങളിൽ എത്താൻ. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു തവിയായിട്ട് എടുക്കാൻ പോവാം, നീ എൻ്റെ കയ്യിൽ അങ്ങോട്ട് ഒതുങ്ങി തന്നാൽ മതി. ഞാൻ സ്ത്രീകളുടെ മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ചെയ്യും, നമ്മുടെ അടുക്കളയിലെ തവികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല. ഒത്തിരി തവിയുണ്ടേ, പക്ഷെ എനിക്കിഷ്ടമുള്ള കുറച്ച് തവിയുണ്ട് കേട്ടോ. അത് ഉപയോഗിച്ച് കളയാൻ പറഞ്ഞാലും കളയത്തില്ല. എന്താണെന്നറിയോ, അത് നമ്മുടെ കയ്യിലങ്ങ് മെരുകി വരിക, മനസ്സിലാവുന്നുണ്ട്. എല്ലാം എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ പറയും, ഓ ആ തവി എടുക്കണം, മറ്റേ തവി എടുക്കണം. നമ്മുടെ പിള്ളേരൊക്കെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ തവി എടുക്കും. ഞാൻ ഒരു ടീച്ചിങ് മെത്തേഡിലാണ് ഇന്നത്തെ വചന ശുശ്രൂഷ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും പറയുന്നത്. അടുക്കളയിലൊക്കെ പരിചയമുള്ളവർക്കറിയാം, നമ്മൾ എല്ലാ തവി എടുക്കത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു തവിയുണ്ട്, അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കും. നമുക്കറിയാം ഇതിനകത്തെടുത്താൽ, അല്ലെ, അതും ഓരോ തവിക്ക് ഓരോ ദൗത്യമാണ്. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം, ഇതേ തവിയാണ് എല്ലാവർക്കും വിളവ്. ഇപ്പൊ ബിരിയാണിയാണ് നമ്മൾ വിളമ്പുന്നെങ്കിൽ എല്ലാവർക്കും ആ തവി തന്നെ, പക്ഷെ അളവ് എടുക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കുഞ്ഞു കൊച്ചിന് കൊടുക്കുന്ന അളവാണോ പ്രായമുള്ളവർക്ക്? അല്ലല്ലേ. പക്ഷെ ഒരേ തവി വിവിധ അളവുകളിൽ ഉപയോഗിക്കാൻ പറ്റും, അല്ലേ? ഇതുപോലെ ഞാൻ വെറും തവിയായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കർത്താവ് എൻ്റെ കയ്യിൽ കൂടി, എൻ്റെ വായിൽ കൂടി വചനം പറയാം. അതുകൊണ്ട് ഫുഡിന് കംപ്ലൈന്റ് വന്നാൽ, ചിലർക്ക് പോഷകമുള്ള ഫുഡ് ഇഷ്ടമല്ല അല്ലേ. ചിലപ്പോൾ ഇന്ന് ഭയങ്കര ഡയറ്റായ ഒരു ഫുഡായിരിക്കും, വചനമായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നും ചിലപ്പോൾ അതിനകത്ത് കണ്ടെന്ന് വരത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയെന്നിരിക്കും. മനസ്സിലാവുന്നല്ലോ. ചിലപ്പോൾ കർത്താവ് പറയും, ഇന്ന് മോളെ ഡയറ്റ്, അതുകൊണ്ട് ഷുഗർ ഒക്കെ കുറച്ചേക്കുക, ഒത്തിരി ചോറ് കഴിക്കുന്നവർക്ക് നീ ഇച്ചിരി ചോറുള്ളൂ, ബാക്കി മൊത്തം പച്ചക്കറിയാന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ കർത്താവ് തന്ന് മേടിച്ച് കഴിച്ചോണം കേട്ടോ. കാരണം അത് അനുഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ സാരം, വചനം കർത്താവിന്റെ, പാചകം ചെയ്തതും കർത്താവ്. അപ്പൊ ഭക്ഷണത്തിന് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആരോട് പരാതിപ്പെട്ടോണം? നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ ആരെങ്കിലും തവിയെ പ്രശംസിച്ച് കേട്ടു? ഇന്നത്തെ വചന ശുശ്രൂഷ അനുഗ്രഹമായി തീർന്ന ആരും എന്നെ പ്രശംസിക്കേണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. വചനം തവി ആരെങ്കിലും ഇന്ന് പ്രസംഗിച്ച്, നിങ്ങൾ ആരെങ്കിലും ഗ്രീറ്റ് ചെയ്തിട്ടുണ്ടോ? വാവ് തവിയെ, ഇന്ന് നീ തന്ന ബിരിയാണി കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആരെയാണ് നമ്മൾ പറയുന്നത്, അപ്രിഷിയേറ്റ് ചെയ്യുന്നത്? വിളമ്പി തന്ന ആളെ അല്ലേ. വാ, ഉണ്ടാക്കിയ ആളെ അപ്രിഷിയേറ്റ്. ഇതുപോലെ അപ്രിസിയേഷൻ ഒക്കെ കർത്താവിനാ. ഞാൻ വെറും തവിയെ. പക്ഷേ വചനം അങ്ങോട്ട് കൈമാറുമ്പോൾ കഴിക്കേണ്ട ആരുടെ ചുമതലയാണെന്നറിയോ? നിങ്ങളുടെ ചുമതല. അതുകൊണ്ട് ആഗ്രഹത്തോടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ, അപ്പ എന്നെ ഏൽപ്പിച്ചു തരിക. അപ്പ തരുന്നത് എന്തായിരുന്നാലും എന്റെ അളവിനനുസരിച്ച് എന്റെ അപ്പം തരത്തു, അല്ലേ?
അല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അളവ് ആർക്കറിയാവുന്ന? നിങ്ങൾക്കറിയാവുന്ന. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വളരെ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടെ നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുക. ദൈവവചനം ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു വിഷയമാണ് കർത്താവ് എനിക്ക് നൽകി തന്നിരിക്കുന്നത്. എന്നാൽ അത് അനുസരിക്കുവാൻ നിങ്ങൾ സന്നദ്ധരായിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആകയാൽ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്ന വചനം ഇതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 അധ്യായം അതിന്റെ 19 വാക്യത്തിന്റെ ആരംഭ ഭാഗം. യെശയ്യാവ് 57 അധ്യായം അതിന്റെ 19 വാക്യത്തിന്റെ ആരംഭ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. മനസ്സിലായോ? ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഇത് ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് യുവർ ലിപ്സ്. ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് യുവർ ലിപ്സ്. നിങ്ങളുടെ അധരത്തിൽ നിന്ന് വരുന്നതിനെ ഞാൻ സൃഷ്ടിക്കുമെന്ന്. മനസ്സിലായോ ഞാൻ പറയുന്നതിന്റെ അർത്ഥം? സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ അധരഫലം ദൈവം സൃഷ്ടിക്കുമെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ദൈവവചനം പറയുന്നു നിങ്ങളുടെ അധര ഫലം സൃഷ്ടിക്കുമെന്ന് പറയുമ്പോൾ എന്തുവാ അതിന്റെ സിമ്പിളായ അർത്ഥം? നമ്മുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ എന്ത് ചെയ്യും? ചില പ്രവൃത്തി ചെയ്യും, ഇല്ലേ? അപ്പം നമ്മുടെ വായിക്ക് ശക്തി ഉണ്ടോ? ഉണ്ട്. ഉണ്ടെന്നുള്ളവരൊന്നൊക്കെ ഒന്ന് കൈവയ്ക്കുക. എന്റെ അധരത്തിന് ശക്തി ഉണ്ട്. ശക്തി ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ലോകപരമായി നോക്കിയാലും ചിലർ പറയും വായെടുത്തൊന്നും പറയില്ല. ചിലർ പറയും കരുനാക്ക് വിളച്ചൊന്നും പറയല്ലേ, നടക്കുന്നു. ചിലർ വിചാര കരുനാക്കുള്ളവർ പറഞ്ഞാൽ നടക്കും. കരുനാക്കുള്ളവരല്ല, നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമ്മൾ പറയുന്നത് ചിലതൊക്കെ നടക്കും. അതുകൊണ്ട് വെറുതെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമല്ല നാവ്. മനസ്സിലായോ? നിങ്ങളായിരിക്കുന്ന സാഹചര്യം എന്തെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾ കുടുംബ പ്രശ്നങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ദാമ്പത്തിക പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടവർ കാണും, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കാണാം, അല്ലെങ്കിൽ തലമുറയോർത്ത് കരയുന്നവർ കാണാം. ഇതൊക്കെ ദൈവത്തിന് അറിയാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് എല്ലാവർക്കും ക്ലബ് ചെയ്ത് കർത്താവ് എനിക്ക് തന്ന ആലോചന ഇതാണ്: നിന്റെ നാവിനെ സൂക്ഷിക്കുക. മനസ്സിലായോ? അത് എന്തുകൊണ്ട്? മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ, ഉപവാസ പ്രാർത്ഥന ഇരിക്കും. നിങ്ങൾ ഒത്തിരി ലിസ്റ്റുമായിട്ട് ഇന്ന് ദൈവസന്നിധി ഇരിക്കുന്നു. അപ്പ എന്റെ ജോലി, എന്റെ പഠിത്തം, അല്ലെങ്കിൽ എന്റെ ഭാവി, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കടം, ഇതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വിഷയങ്ങൾ. എന്നാൽ കർത്താവ് ചോദിക്കുന്നത്, ഇതൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കിന് ഭയങ്കര ശക്തി ഉണ്ടെന്ന്. മനസ്സിലായോ? അതെവിടെയാണെന്ന് കുറച്ചും കൂടെ ഞാനൊന്ന് ഒരു വചനം പറയാം. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വചനമാ. സദൃശ്യവാക്യങ്ങൾ 18 അധ്യായം അതിന്റെ 21 വാക്യം ഇങ്ങനെ പറയുന്നു: മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതായത് സദൃശ്യവാക്യങ്ങൾ 18:21 എന്തോ എഴുതിയിരിക്കുന്നത്? മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഇംഗ്ലീഷിൽ എനിക്ക് ആ വാക്യം കുറച്ചും കൂടെ ഇഷ്ടമാണ്. Your tongue has the power of life and death. Those who love to talk will eat the fruits of their words. Those who love to talk. ഇത് ആരോടാ സംസാരിക്കുന്ന? സ്ത്രീകളോടാ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സംസാരിക്കാനല്ലേ. സൈക്കോളജി ഇങ്ങനെ ഒരു കാര്യം പറയുന്നു: ഒരു സ്ത്രീ ഒരു ദിവസം കുറഞ്ഞെന്ന് 30,000 വാക്കുകൾ ഉപയോഗിക്കുന്ന, പുരുഷന്മാർ 7,000 വാക്കുകൾ. ചിരിക്കുന്നു, എല്ലാരും ചിരിക്കുക. ഞാൻ സംസാരിക്കുന്ന ആളാട്ടോ, ഞാൻ ഭയങ്കര ടോക്കറ്റീവാ. പക്ഷെ എന്റെ ഭർത്താവ് ഉണ്ടല്ലോ, മിനിമൽ ടോക്കിങ്, ചോദിക്കുന്നതിന് മാത്രമേ ഉത്തരം പറയൂ. ഇന്ന് ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്റെ ഭർത്താവ് പറയും പ്ലസ് അനുഗ്രഹമായിരുന്നു, കഴിഞ്ഞു. പക്ഷെ എന്നോട് നിങ്ങൾ ചോദിച്ചേ എങ്ങനെ ഉണ്ടായിരുന്നു ആരാധന? അയ്യോ, അത് ചെന്നപ്പോ ഉണ്ടല്ലോ 2 പാട്ട് പാടി, അത് കഴിഞ്ഞ് ഇന്ന പ്രസംഗിച്ച ഇങ്ങനെ അങ്ങോട്ട് പറയും, അല്ലെ? വിശദീകരിച്ച് അങ്ങോട്ട് പറയും. നമ്മൾ ഒത്തിരി സംസാരിക്കുന്നവരാ, അല്ലെ? ഇല്ലേ? അതുകൊണ്ടാണ് സ്ത്രീകൾ കൂടുതൽ നേരവും പ്രാർത്ഥിക്കുന്നത്, പുരുഷന്മാർ കുറച്ചു നേരവും പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന എത്ര നേരം? കർത്താവിനോട് പരാതി എല്ലാം പറയും. കർത്താവ് അറിയാം, എന്നോട് അങ്ങനെ പറഞ്ഞു, എന്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞു, എന്റെ അമ്മായിയും എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ നാത്തു നിന്ന് കണ്ട വന്നപ്പോ നോക്കിയ നോട്ടം പോലും ശരിയല്ല. നമ്മളിതെല്ലാം കർത്താവിനോട് പറയും. കർത്താവിന് ഇതൊക്കെ അറിയാം. കർത്താവിന് ഇഷ്ടമാണ് നമ്മുടെ സംസാരം കേൾക്കും, കേട്ടോ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ അളവൊന്നും കുറയ്ക്കരുത്. പരാതികളൊക്കെ കർത്താവിന്റെ അടുക്ക പറയണം, മനുഷ്യരോട് പറയരുത്. പക്ഷേ ഈ പറയുമ്പോ തന്നെ നമ്മൾ പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. സ്ത്രീകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയ കേട്ടോ പറയുന്നത്, അല്ല നിങ്ങൾ ഇതൊന്നുമല്ല, എന്നെയും കൂടെ ഉൾപ്പെടുത്തി നമ്മളാകുന്ന സമൂഹം പറയുന്ന ഒരു കാര്യം.
നമ്മൾ പരാതി പറയും, വേദന പറയുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ പറയും, എന്റെ സിസ്റ്ററെ എനിക്ക് അറിയത്തില്ല, പ്രാർത്ഥിച്ചിട്ട് ഒന്നും ഒരു മറുപടിയും കിട്ടുന്നു, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലെന്നോ, എന്റെ ദൈവം എന്നെ കൈവിട്ടെന്നോ, എനിക്ക് ആരുമില്ല. ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ? ഓ, നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്റെ ദൈവം എന്നെ കൈവിട്ടു, എന്റെ വിഷയമൊന്നും കർത്താവ് കേൾക്കുന്നില്ലെന്നാണ് വിചാരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? പ്രാർത്ഥിക്കാൻ. എന്തിനാ ചർച്ചിൽ പോയ? ഉപസിക്കാൻ. ഉപസിക്കുവാണോ? അതെ, ഉപസിക്കുക. പ്രാർത്ഥിക്കുകയാണോ? പ്രാർത്ഥിക്കുക. എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു? 5-6 മണിക്കൂർ പ്രാർത്ഥിച്ചു. പക്ഷെ ലാസ്റ്റ് എന്താ പറയുന്നതെന്ന് അറിയോ? ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞോട്ട് ഇറങ്ങത്തില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഉപവാസ പ്രാർത്ഥന? അയ്യോ, ഭയങ്കര അനുഗ്രഹമായിരുന്നു സിസ്റ്ററെ, ഭയങ്കര അനുഗ്രഹമായിരുന്നു. എന്ത് നടന്നു? ഓ, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. ഇവരുടെ സിസ്റ്ററിനോ? ഓ, എന്നാ പറയാനാ സിസ്റ്ററെ, ഞാൻ 21 ഇരുന്നു, ഒരു പ്രയോജനവും ഇല്ല. എനിക്കിത് അറിയത്തില്ല എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ടോ. എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. പറയുവാണേ, എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. ഓ, എനിക്ക് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. ഓ, എന്റെ കടം മാറുമെന്നൊന്നും എനിക്ക് പറയാം. എനിക്ക് ചില പറഞ്ഞേ, ഈ രോഗം എന്നെയും കൊണ്ടേ, ഈ വലിവ് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ഞാൻ കേട്ടിട്ടുള്ളൂ, ഈ വലിവ് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. എന്റെ കൊച്ചോ, ഓ, അവൻ പഠിക്കാൻ മാട്ടണേ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല അവനിൽ. മനസ്സിലാക്കണം, നമ്മൾ എവിടെ ഇരിക്കുന്നെന്നറിയാമോ? ദൈവസന്നിധി. നമ്മൾ എന്ത് കഴിഞ്ഞിട്ട് ഇറങ്ങിയത്? ദൈവത്തോട് സംസാരിച്ചിട്ട് ഇറങ്ങിയത്. ഇത്രയും ദിവസം ഡെഡിക്കേറ്റ് ചെയ്ത് ടൈം ഇരിക്കുക ഫാസ്റ്റിങ്ങിന്. വേറെ ഇപ്പൊ ഈ നിമിഷം കൊണ്ട് ഞാൻ ആന്റിമാരോട് ചോദിക്കാം, ആന്റിമാരെ ഇത്രയും നേരം സൂമിൽ നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ പറയും, എന്റെ മോളെ അടുക്കളയിൽ ഒത്തിരി പണിയുണ്ട്, ഇഷ്ടം പോലെ പണി കിടക്കുക, ജോലിയും കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. പിന്നെ എന്തിനാ ആന്റി ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ മോളെ, എന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടിക്കുക. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ വാക്ക്, ഇത്രയും സമയം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ദൈവസന്നിധി ഇരുന്നിട്ട് ദൈവവചനം ഒക്കെ കേട്ടു, ഇപ്പൊ എന്റെ മെസ്സേജ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എഴുതിട്ട് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കെന്നാ? അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എഴുന്നേക്കും. ചിലപ്പോൾ പറയും, ഓ, ഞാൻ ഉദ്ദേശിച്ച പോലെ വചനമൊന്നും എനിക്ക് കിട്ടിയില്ല, എനിക്ക് ദൂതൊന്നും കിട്ടിയില്ലെന്ന് ചിലപ്പോൾ പറയാം. പക്ഷേ ഫാസ്റ്റിംഗ് കഴിഞ്ഞുള്ള നിങ്ങളുടെ വാക്ക് എന്താന്ന് എന്റെ ചോദ്യം. ഇതിനകത്ത് എത്ര പേര് ഇന്ന് പറഞ്ഞ് ഈ ഫാസ്റ്റിംഗ് ഇരിക്കുന്നത്, ഇന്ന് എന്റെ മറുപടിയുടെ ദിവസം, ഞാനത് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഈ ഫാസ്റ്റിംഗിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇങ്ങനെ പറഞ്ഞ് ഈ ഫാസ്റ്റിംഗ് തുടങ്ങി എത്ര പേരുണ്ട്? അതോ എല്ലാ വർഷത്തെയും പോലെ ഞാനും ഫാസ്റ്റിംഗ് ഇരിക്കുന്നു, എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് ഇരിക്കും, അങ്ങനെയാണോ? അങ്ങനെ ഇരുന്നിട്ട് പ്രയോജനമില്ല. പകരം ഇവിടെ ഞാൻ പറയുന്നു, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം തിന്നുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവൻ, ഏതിൽ? പോസിറ്റീവായത് പറയാൻ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം തിന്നും, അനുഭവിക്കും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? വചനത്തിൽ നിന്ന് ഞാൻ പറയുക. സഭാപ്രസംഗി 5-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ നീ ബന്ധപ്പെടരുത്. വായിച്ചിട്ടുണ്ടോ അത്? ഇല്ലെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. അതിന്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്കണം. നാവിനെ കുറിച്ച് ഇന്ന് പറയാൻ കാരണം അതാ. ഓക്കെ, നിങ്ങളുടെ വിടുതലിന് ഒരിക്കലും നിങ്ങൾ തടസ്സമായി നിൽക്കരുത്. അതുകൊണ്ട് ഞാൻ പറയുക, സഭാപ്രസംഗി 5-ന്റെ 2-ാം വാക്യം ഞാൻ വായിക്കാം. സഭാപ്രസംഗി 5-ന്റെ 2. അതിവേഗത്തിൽ ഒന്നും പറയരുത്, ദൈവസന്നിധിയിൽ ഒരു വാക്ക്, ആ വാക്ക് കേൾക്കണം, ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ, ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ടും സ്വപ്ന പെരുപ്പം കൊണ്ടും ഭോഷന്റെ ജൽപ്പനം ജനിക്കുന്നു. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്, മൂടന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കാം, നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നല്ല. എന്നിട്ട് പറയുക, നിന്റെ വാ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നു പോയെന്ന് ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം, ആ വാക്കൊന്ന് അടയാളപ്പെടുത്തണേ, ശരിക്കും അടയാളപ്പെടുത്തണ ദൈവമക്കള്. ദൈവം നിന്റെ വാക്ക് നിമിത്തം, നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? മനസ്സിലായോ? സ്വപ്ന ബഹുത്വത്തിലും വാക്കുപെരുപ്പത്തിലും വ്യർത്ഥതയുണ്ട്, നീയോ ദൈവത്തെ ഭയപ്പെടുക. ഇതിന് എന്ത് മനസ്സിലായി? ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ വാക്കുണ്ട്, വാക്ക്, നാവ്. കേട്ടോ? അപ്പൊ നാവിന് ശക്തി ഉണ്ടോ ദൈവമക്കളെ? ഉണ്ട്. ഇവിടെ പറയുക, ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ ബന്ധപ്പെടരുത്. അതായത് രണ്ടുപേർ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് വന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരിക്കും. ഇപ്പൊ നിങ്ങൾ സിസ്റ്റർ സൂം ഓൺ ആക്കിയപ്പോ തന്നെ, ഒരാളും കൂടെ ജോയിൻ ചെയ്തപ്പോ തന്നെ ദൈവസാന്നിധ്യം ഇവിടെ ഇറങ്ങി. ഞാൻ ഇരിക്കുന്ന ഈ മുറിയിലുണ്ട് ദൈവസാന്നിധ്യം, നിങ്ങളായിരിക്കുന്നിടത്തുണ്ട് ദൈവസാന്നിധ്യം. മനസ്സിലായോ? ആ ദൈവം ഇരിക്കുമ്പോൾ പിന്നെ പറയുന്ന ഓരോ വാക്കും ആര് കേൾക്കുക? ദൈവം കേൾക്കുക. മനസ്സിലായോ?
ഇപ്പൊ ഞാൻ ദൈവസന്നിധി ഇരുന്നിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുക, നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ സൂമില്ല. പക്ഷെ ഇപ്പൊ എന്റെ വീട്ടിൽ ആൾക്കാരുണ്ട്, ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അല്ലെ അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ, ഓ ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് എന്റെ ഭാവിയെ കുറിച്ചോ ഒരു വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന വാക്ക് എന്റെ കർത്താവ് കേൾക്കുക. അതുകൊണ്ട് പറഞ്ഞ ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ ബന്ധപ്പെടരുത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറയും. അതിൽ ആദ്യത്തെ കാര്യം, ഞാൻ നിങ്ങൾ ഉപവാസത്തിൽ ഇരിക്കുന്നത് കൊണ്ട് കുറവ് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്ന നിങ്ങളോട് പറയുക. നിങ്ങൾ ചോദിച്ചില്ലേ സിസ്റ്ററെ, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, പക്ഷെ എനിക്ക് മറുപടി കിട്ടുന്നില്ല, ഒരു ചലനം പോലും കാണുന്നില്ല. അതിന്റെ പൂർണ്ണ കാര്യം പരിശുദ്ധാത്മാവിനോട് പലരും, നിങ്ങൾ ഒത്തിരി ഉപവാസ പ്രാർത്ഥനകൾ പങ്കെടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ഒത്തിരി മെസ്സേജ് കേട്ടിട്ടുണ്ട്, നിങ്ങൾ പല പ്രവാചകന്മാരുടെ അടുത്ത് ചെന്ന് ചോദിക്കുക, സിസ്റ്റർ എന്തുകൊണ്ട് എനിക്ക്, അല്ലെങ്കിൽ പാസ്റ്റർ എന്തുകൊണ്ട് എന്റെ ഈ വിഷയത്തിന് മറുപടി ഇല്ലാത്ത, പാസ്റ്റർ ഒരു ചലനം കാണുന്നില്ല പാസ്റ്റർ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, അങ്ങനെ ചോദിച്ച ചിലരോട് കർത്താവ് പറയാ, ഹിഡൻ ആരും ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു പ്രോബ്ലത്തിനകത്ത് നിങ്ങൾ വെട്ടുകിടക്കാത്ത എന്താന്ന് ഞാൻ അങ്ങോട്ട് പറയാം. പരിശുദ്ധാത്മാവ് പറയുക കേട്ടോ, നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിനെ നിങ്ങളൊന്നും പുറകോട്ട് ചിന്തിക്കണം. ഇത് എന്ന് തുടങ്ങിയെന്ന് ചിന്തിക്കണം. ആ പ്രശ്നം ചിന്തിക്കുമ്പോൾ ആ സാഹചര്യത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുക. ഇവിടെ പറയുന്നു, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. നേർന്നാൽ എന്ത് ചെയ്യണം? നിവർത്തിക്കണം. പരിശുദ്ധാത്മാവ് ആദ്യം എന്നോട് ദൂത് പറയാൻ പറയുന്നു, ഇവിടെ ചിലർ വർഷങ്ങൾക്ക് മുമ്പ് തലമുറകളെ നോക്കി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കർത്താവിനെ അറിഞ്ഞു വന്നപ്പോൾ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു പലതും ദൈവത്തോട്. കർത്താവേ ഈ വിഷയത്തിൽ നിന്ന് വിടുതൽ തന്നാൽ ഞാൻ ഇന്നത് കർത്താവിന് വേണ്ടി ചെയ്തോളാം. കർത്താവേ എനിക്ക് ഈ രോഗത്തിൽ നിന്ന് വിടുതൽ തന്നാൽ ഞാൻ ഇനി ട്രാക്ട് കൊടുത്തോളാം. കർത്താപ്പച്ചാ ഈ വിഷയത്തിൽ എനിക്ക് മറുപടി തന്നാൽ എന്റെ തലമുറയെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തോളാം. കുഞ്ഞുങ്ങൾക്ക് വിഷയം പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തോളാം. പിന്നെ പറഞ്ഞു, കർത്താവേ എനിക്ക് ഈ ജോലി തന്നാൽ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ചർച്ചിൽ പൊക്കോളാം. കർത്താവേ എനിക്ക് ജോലി തന്നാൽ ഞാൻ എന്റെ ദശാംശം കർത്താവിന് വേണ്ടി കൊടുത്തോളാം. കർത്താവേ എനിക്ക് ലീവ് തന്നാൽ ഞാൻ ഫാസ്റ്റിംഗ് ഇരുന്നോളാം. ക്വസ്റ്റ്യൻ ഇതാണേ, ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയോ? സ്വപ്ന ബഹുത്വം കൊണ്ടും കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ടും പറഞ്ഞതാ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, പലരും അത് നിവർത്തിച്ചിട്ടില്ലെന്ന്. നിങ്ങളുടെ ലൈഫ് നോക്കിയാൽ മതി കേട്ടോ, നിങ്ങൾ അവരവരുടെ ലൈഫ് നോക്കണം. വർഷങ്ങൾക്ക് മുമ്പ് പല കാര്യങ്ങളെ നോക്കി എടുത്ത തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ പെൻഡിങ് കിടക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ആ പെൻഡിങ് ചെയ്ത് തീർത്താൽ നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് അടുത്ത സ്റ്റെപ്പ് എടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പഞ്ചായത്തിലൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടോ? കാര്യങ്ങൾക്ക് എന്തിനെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലൊക്കെ പോയിട്ട് ലീവ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ വീടിന്റെ കാര്യത്തിനായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിലെ ആൾക്കാർ പറയും, സിസ്റ്ററെ ഇത്ര വർഷമായിട്ട് വീടിന്റെ കരവടച്ചിട്ടില്ല കേട്ടോ, കരവടച്ച് മൊത്തമായിട്ട് അപ്പൊ ഞങ്ങൾ കാര്യം തീർപ്പാക്കാന്ന് പറയും. ആണോ? അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലേ? അതെ, ഇത്ര നാളത്തെ കുടിശ്ശിക കിടപ്പുണ്ട്, ആ കുടിശ്ശിക അടച്ചിട്ട് വാ, ബാക്കി ചെയ്യാം. ബാങ്കിൽ പോയാലും പറയും. ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, ഈ ഭൂമിയിലെ പലർക്കും കുടിശ്ശിക അടയ്ക്കാതെ അവർ നിങ്ങളുടെ കാര്യത്തിന് തീർപ്പുണ്ടാക്കുന്നില്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ലാഘവത്തോടെ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഞാൻ ചിലരുടെ വിഷയങ്ങൾ ഞാനിത് പറയാൻ കാരണം, എന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഒരു ആന്റി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ആന്റിയുടെ മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആന്റി വിഷയങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ തുടങ്ങി, ആ വിഷയം ഏറ്റെടുക്കരുത്, പ്രാർത്ഥിക്കരുതെന്ന്. പക്ഷെ നമുക്ക് ആന്റിയോട് പറയാൻ പറ്റുമോ, ആന്റി ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന്? ഞാൻ പറഞ്ഞു, ആന്റി പറ, വിഷയങ്ങളൊക്കെ പറ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആന്റി അറിയിക്കാന്ന് പറഞ്ഞു. കൂടെ പ്രാർത്ഥിച്ചില്ല ഫോണിൽ. എന്നാൽ ഫോൺ വെച്ചു, ഞാൻ ദൈവസന്നിധിയിൽ ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ആ മോന് ഒരിടത്ത് ചെന്ന് കടബാധിതപ്പെട്ട് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് കിടക്കുക, ഏത് നിമിഷവും പോലീസ് വരാം, അറസ്റ്റ് ചെയ്യാൻ, ഭയങ്കര ഒരു വിഷയത്തിലാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ആലോചന നൽകി തന്നു. ആന്റി വർഷങ്ങൾക്ക് മുമ്പ് ഈ കുഞ്ഞിനെ കിട്ടാൻ ബുദ്ധിമുട്ടി, ഡെലിവറി സിസേറിയൻ ആയിരുന്നു, വളരെ ബുദ്ധിമുട്ടിയപ്പോൾ ആ കിടന്നുകൊണ്ട് ഒരു തീരുമാനം എടുത്തു, അമ്മയെ കൊച്ചെന്നുള്ള തീരുമാനം എടുത്ത് പറഞ്ഞു, കർത്താവേ എനിക്ക് മോനെ ദാനമായി തന്നാൽ ഈ കുഞ്ഞിനെ ഞാൻ ബൈബിൾ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തോളാം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ കൊച്ചു നല്ല മിടുക്കനാ, പഠിക്കാൻ ഫുൾ ഓൾറൗണ്ടറാ, പഠിക്കാനൊക്കെ മിടുക്കനായി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു മോനെ ഡോക്ടർ ആക്കണം. ആന്റി എന്ത് ചെയ്യുന്നറിയോ, കടമൊക്കെ മേടിച്ച് വീടൊക്കെ ലോൺ വെച്ച് ഡോക്ടർ ആക്കി. പക്ഷെ ഡോക്ടർ ആയോ എന്ന് ചോദിച്ചാൽ പഠിച്ചു, 5 വർഷം പഠിച്ചു, വേറെ വിദേശ രാജ്യത്താണ് പഠിച്ചു. പക്ഷെ പഠിച്ചിറങ്ങിയിട്ട് ഒന്നും അനുഭവിക്കാൻ പറ്റിയില്ല. മനസ്സിലായോ? ജോലി കിട്ടുന്നില്ല ഒരിടത്തും, ലോണുകൾ ബാങ്കുകളിൽ നിന്ന് വിളി വന്നു, കോളുകൾ വരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതും കഷ്ടപ്പെട്ടാകുമ്പോൾ പഠിച്ചത്, ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അപ്പൊ ആന്റി എന്നെ വിളിച്ച് പറയും, മോനെ വേണ്ടി. പക്ഷെ കർത്താവ് ഞാൻ പറഞ്ഞു, ആന്റി ഇങ്ങനെ ഒരു കാര്യം വെളിപ്പെടുന്നല്ലോ. അപ്പൊ ആന്റി പറഞ്ഞു, അയ്യോ മോളെ സത്യമാ, ഞാനത് മറന്നുപോയിരുന്നു. എപ്പ മറന്നുപോയി? ലേബർ റൂമിൽ സിസേറിന് കിടക്കുമ്പോൾ ഓർമ്മയുണ്ടായിരുന്നു, വളർത്താൻ നേരത്ത് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ കൊച്ചു പഠിക്കുന്നൊക്കെ കണ്ട് നല്ല സാമ്പത്തിക നല്ല മിടുക്കനായിട്ട് കണ്ടപ്പോൾ എന്ത് ചെയ്തു? കർത്താവിന് കൊടുത്ത വാക്ക് മറന്നിട്ട് ആന്റിയുടെ ഇഷ്ടത്തിന് ആന്റി തീരുമാനം എടുത്തു തലമുറയുടെ കാര്യത്തിൽ. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിന്റെ ദേഹത്തിന് പാപകാരണമായി തീരരുത്. എന്നിട്ട് പറയുക, ദൈവം
നിന്റെ വാക്ക് നിമിത്തം കോപിക്കൂന്ന്. എന്നിട്ട് പറഞ്ഞ വാക്ക് കേട്ടു. ചിലർ പറയും പിശാജ്, നമ്മളെല്ലാവരും പറയുന്ന ഒരു വാക്കല്ലേ പിശാജിന്റെ പോരാട്ടം എന്ന് പറയത്തില്ലേ. ചില കാര്യം പിശാജ് പറയും, എന്നെ വെറുതെ വിട്ടേര്, ഇത് നിങ്ങളും ദൈവമായിട്ടുള്ള ഇടപാട്, അതിനകത്ത് ഞാനില്ലെന്ന് പറയും പിശാജ്. കാരണം എന്നെ ഇപ്പൊ ഈ വിഷയത്തിൽ അതാ എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു. ഇവിടെ പലരും പിശാചിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പിശാച് മാറി നിങ്ങളോട് പറയുക, എനിക്കിതുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ഇത് നിങ്ങളും ദൈവമായിട്ടുള്ള ഇടപാട്, അതിനകത്ത് എന്നെ പിടിച്ചിടരുത്. എന്തോ ഇടപാടെന്നറിയാമോ? ദൈവത്തോട് പല നേർച്ചകളും നേർന്നു, ഉപവസിച്ചോളാം, പ്രാർത്ഥിച്ചോളാം, കർത്താവേ ഞാൻ അങ്ങയുടെ വേല ചെയ്തോളാം, ഞാൻ ട്രാക്റ്റുമായിട്ട് ആശുപത്രികളിൽ പൊക്കോളാം, ഞാൻ ജോലി സ്ഥലത്ത് കർത്താവിനെ കുറിച്ച് പറഞ്ഞോളാം. നമുക്ക് ജോലിയൊക്കെ കിട്ടാൻ പറ്റും നമ്മൾ പറഞ്ഞ നേരുന്ന നേർച്ചകളാണ്. ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചോളാം. ദൈവദാസിമാരെ, നിങ്ങളിൽ എത്ര പേർ എടുത്ത തീരുമാനം ചെയ്തിട്ടുണ്ട്? അപ്പൊ കർത്താവ് പറയുക, ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? ഈ വാക്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എത്ര പേര് മനസ്സിൽ, ദൈവം ചിലത് നശിപ്പിച്ചാൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ദൈവം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ദൈവം പറഞ്ഞ്, നീ ആദ്യം എന്റെ അടുക്കപ്പാ, നീ ചെയ്തത് എന്ത്? നമുക്ക് തമ്മിൽ ഒരു കാര്യം തീർപ്പാക്കാനുണ്ട്, അത് തീർപ്പാക്കിയിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ആ തീർപ്പാക്കുന്ന ദിവസം ഇന്ന് രാത്രി എന്ന് പരിശുദ്ധാത്മാവിനോട് പറയും. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ചിലർ ദൈവസന്നിധിയിൽ വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ വരുന്നതിന് മുമ്പ് എടുത്ത ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവ്, എന്റെ ജീവിതത്തിൽ ഇന്ന കാര്യം ദൈവം ചെയ്തു തന്നാൽ ഞാൻ ഇത് ദൈവത്തിന് വേണ്ടി ചെയ്തോളാം, എന്റെ സാലറി ഞാൻ ഇന്നത് കർത്താവിന് വേണ്ടി ചെയ്യും, ഇന്ന ദൈവദാസന്മാരെ ഞാൻ സപ്പോർട്ട് ചെയ്യും, ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചോളാം, ഉപവസിച്ചോളാം. എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു, ദൈവം നന്മകൾ കൈ തന്നപ്പോൾ ദൈവത്തെ മറന്നു, ദൈവത്തിന് കൊടുത്ത വാക്കും മറന്നു. നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് എന്റെ അവസ്ഥ അറിയാം, അല്ലേ? ദൈവത്തിന് എന്റെ അവസ്ഥ അറിയാം. കർത്താവിന് ഇപ്പൊ എന്റെ അവസ്ഥ, ഞാൻ കടന്നു പോകുന്ന അവസ്ഥയൊക്കെ കർത്താവിന് അറിയാം. എനിക്കിപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്റെ ആരോഗ്യം കർത്താവ്, എനിക്ക് പണ്ടത്തെ പോലെ ഉപസിക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് ഷുഗർ ഉണ്ട്, പ്രഷറുണ്ട്, വിഷയങ്ങളാ. കർത്താവ്, ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ഞാൻ പഠിച്ച ഈ വചനത്തിൽ, ഞാൻ പറയുന്നതല്ല, ഈ വചനം ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ മർമ്മമുണ്ട്. ദൈവം അവസ്ഥയിലല്ല പ്രവർത്തിക്കുന്നത്, ദൈവം വ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്, അൾട്ടിമേറ്റ് ട്രൂത്ത് ഓഫ് ദിസ് ബൈബിൾ. ദൈവം അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ദൈവമല്ല, വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടെ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നീയോ ദൈവത്തെ ഭയപ്പെടുക. എന്തുകൊണ്ട് ഭയക്കണം? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ താമസിക്കുന്ന കുവൈറ്റിന്റെ ഭരണാധികാരി നിങ്ങളെ ഒരു കാര്യത്തിന് പിടിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾ പറയാം, സാറേ ഈ പ്രാവശ്യം എന്നോടൊന്ന് ക്ഷമിക്കണം, അടുത്ത 10-ാം തീയതി തൊട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്തോളാം, ഞാൻ 1 മണിക്കൂർ കൊണ്ട് എക്സ്ട്രാ ജോലി ചെയ്തോളാം, എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ജോലിയിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പോലീസ് എന്തെങ്കിലും ആയിക്കോട്ടെ, അധികാരത്തിലുള്ള ഒരാളെ എടുക്കുക, നിങ്ങൾ പറയുക, സാറേ അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ എല്ലാ ദിവസവും ഷാർപ്പ് 10 മണിക്ക് ജോലിക്ക് വന്നിരിക്കും. ഒരു അധികാരിയാണ്, നിങ്ങളെ പിരിച്ചുവിടാൻ കഴിവുള്ള ഒരാളാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കളിയായിട്ട് എടുക്കും ആ വാക്കിനെ? വീട്ടിലെനിയും കൊച്ചു പനിച്ചു തുള്ളി 104 ഡിഗ്രി പനി കിടന്നാലും നിങ്ങൾ പറയോ, എനിക്ക് കറക്റ്റ് സമയത്ത് ഇല്ല, എന്റെ ജോലി പോകും. ആരാധനയ്ക്ക് പോകാൻ ഇത്രയും ഉത്സാഹമുണ്ടോ? ഇല്ല. നമ്മൾ ദൈവത്തോട് പറഞ്ഞ എത്ര തീരുമാനങ്ങൾ, ഇത്രയും ദൈവമേ, ഇത് ഞാൻ രാജാതി രാജാവിനോടാ പറയുന്നത്. നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, എന്തുവാ? അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, നമ്മുടെ അപ്പനാ. പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ അപ്പൻ എന്നെ അറിയാം, നമ്മുടെ ആ സ്നേഹമാ. ഞാൻ പറയും, എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് എന്റെ മക്കളെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്, എന്റെ ഹസ്ബൻഡിൽ നിന്ന് കണ്ടൊരു കാര്യം, എന്റെ അച്ഛൻ എന്റെ മക്കളെ ഇഷ്ടമാണ്, അവരെ കളിപ്പിക്കും ചിരിപ്പിക്കും ഒക്കെ ചെയ്യുമെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് റൂൾസ് ഉണ്ട് കേട്ടോ. എല്ലാ വീടുകളിലും കാണും ഇല്ലേ? TV കാണുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ടാബുകളൊക്കെ നമുക്ക് റൂൾസ് ഉണ്ട്. എല്ലാ കാര്യത്തിലും റൂൾസ് വെച്ചിട്ടുണ്ട് വീടുകളിൽ. അത് നമ്മുടെ വീട്ടിലെ ലോയാണ്. പക്ഷേ സ്നേഹമുള്ളപ്പോൾ തന്നെ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ്സ് ആ TV ടൈമിൽ 30 മിനിറ്റ്സ്, 31 മിനിറ്റ് ആകുമ്പോഴത്തേന് അത് ഓഫ് ചെയ്തിരിക്കണം. മനസ്സിലായി? ഞങ്ങളുടെ വീട്ടിൽ ടൈമർ വെച്ചിട്ടാ 10 മിനിറ്റ്സ്, വീക്കെൻഡിൽ 10 മിനിറ്റ്സ് TV കാണാം. ആ 10 മിനിറ്റ്സ് കാണുമ്പോൾ ടൈമർ വെച്ചേക്ക്, ടൈമർ ഓഫ് ആകുമ്പോൾ TV ഓഫ് ആക്കണമെന്ന്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മോള് ചിലപ്പോൾ ഒരു 11-ാമത്തെ മിനിറ്റിലേക്ക് കയറുമ്പോൾ ഡാഡി എവിടെ വന്ന് നോക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഓൾ ഓടിപ്പോയി റിമോട്ട് എടുത്ത് ഓഫ് ചെയ്തിട്ട് ഓടുന്നു. അതിന്റെ അർത്ഥം അവർക്ക് പപ്പ എന്ന് പറഞ്ഞ ഒരു ഭീകരജീവിയായിട്ടല്ല, അവക്കറിയാം അവളുടെ പപ്പാടെ വാക്ക് അവൾ അനുസരിക്കാൻ ബാധ്യസ്ഥയാണ്. പക്ഷെ സ്നേഹമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്?
നമുക്ക് ദൈവത്തെ നമ്മൾ എങ്ങനെ ദൈവത്തെ എന്റെ അപ്പൻ എല്ലാം അറിയാം, എന്റെ അപ്പൻ എന്റെ അവസ്ഥ അറിയാം, എന്റെ അപ്പൻ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്റെ അവസ്ഥ അറിയാം. കർത്താവ് ചോദിക്കുന്ന വ്യവസ്ഥയിലേക്ക് മടങ്ങി വന്ന നിന്റെ അവസ്ഥ മാറും. വ്യവസ്ഥയിലേക്ക് മടങ്ങി വന്ന എത്ര പേരുടെ അവസ്ഥ മാറിയതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ടെന്ന് അറിയാമോ? ഇല്ലേ? ഇസ്രായേൽ ജനത്തിന് തന്നെ നമ്മൾ അവസ്ഥ നോക്കിയാൽ മതി. കർത്താവ് പലപ്പോഴും പറഞ്ഞു മോശയോട്, നീ അവരോട് പറ ജനം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഹായ് പട്ടണം പിടിച്ചടക്കാൻ പോകുന്നിടത്ത് ഹായ് പിടിച്ചെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ യോശുവ ദൈവസന്നിധി പോയി കരയുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, വ്യവസ്ഥ തെറ്റിച്ചു. ഞാൻ പറഞ്ഞതാ ഒന്നും എടുക്കരുത്, നിങ്ങൾ എടുത്തു, പക്ഷേ വ്യവസ്ഥ ചെയ്യും. അപ്പൊ ആഖാന്റെ അവസ്ഥ മനസ്സിലാക്കണേന്ന്, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണേന്ന് പറഞ്ഞ് യോശുവ ഇപ്പൊ പ്രാർത്ഥിച്ച. പിന്നെ കർത്താവെ കഷ്ടമുണ്ട്, ആഖാനല്ലേ തെറ്റ് ചെയ്ത്, അവരെ കുടുംബമായിട്ട് കൊല്ലണോ, കല്ലെറിയണോ? കാരണം ഓൾറെഡി ദൈവം ഇതിനു മുമ്പ് പറഞ്ഞതാ ചെയ്യരുത്. വ്യവസ്ഥ കൊടുത്തു, അനുസരണക്കേട് കാണിച്ചു, ഇനി കർത്താവിന് ക്ഷമയില്ല. ഇതുപോലെ നമ്മളിപ്പോ കൃപായുഗത്തിലായതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ കൃപയെ മിസ്യൂസ് ചെയ്യുക. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ചിലരുടെ വിഷയങ്ങളിൽ കർത്താവിന്റെ കൈ അഭാരമായിരിക്കുന്ന പിശാചല്ല. കർത്താവിന്റെ കൈ ഭാരമായിരുന്ന ഈ ലോകത്തിലെ എല്ലാ ദൈവദാസന്മാരും കൂടെ നിങ്ങളുടെ ആവശ്യത്തിന്മേൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിക്കണം. ഇന്ന് രാത്രി ചില നിരപ്പിന്റെ ശുശ്രൂഷയാണ് നടക്കാൻ പോകുന്നത്. കർത്താവ് ചിലരോട് പറയുന്നു, നീ നിന്റെ പഴയ ബൈബിള് അല്ലെങ്കിൽ പഴയ ഡയറി ഒക്കെ തപ്പണം, എവിടെയെങ്കിലും തീരുമാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന്. എഴുതി വെച്ചിട്ടില്ല, ഞാൻ പറയും എഴുതി വെച്ചിട്ടുള്ളവർക്ക് നന്മ. അല്ലെങ്കിൽ പറയണ കർത്താവെ ഞാൻ എവിടെയെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ, എന്നെ ഒന്ന് ഓർപ്പിക്കുക കർത്താവെ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ എവിടെയെങ്കിലും തീരുമാനം എടുത്തിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ് കർത്താവെ, അതിന്റെ പേരിൽ എന്റെ നന്മകൾ മുടങ്ങരുതെന്ന് ഇന്ന് രാത്രി പുനഃപ്രതിഷ്ഠിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഞാനിത് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം കൂടെ കൂട്ടി പറയും, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മൾക്കൊക്കെ അറിയുന്ന കാര്യം, നമ്മൾ ആണ്ടർദൈവത്തിന് തീരുമാനം എടുക്കും അല്ലേ? ഇല്ലേ? ഇല്ലെന്ന് പറയരുത്, നമ്മുടെ ഒരു ട്രഡീഷനാ അത്. സാക്ഷ്യത്തിന് എഴുന്നേൽക്കുന്ന ഒരു ഒരു തീരുമാനമൊക്കെ എടുത്തില്ലെങ്കിൽ നമ്മൾ ആരോ കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും. കഴിഞ്ഞ ഒരു വർഷം ഞാൻ അവിശ്വസ്തയായിരുന്നു, ദൈവം വിശ്വസ്തനായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം വേണ്ടതുപോലെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഈ വർഷം ദൈവം എനിക്ക് ആയുസ് തരുന്നെങ്കിൽ, ആരോഗ്യം തരുന്നെങ്കിൽ, ഞാൻ അനേകരോട് കർത്താവിനെ കുറിച്ച് പറയും, ഞാൻ ഉപവസിക്കും, ഇല്ലേ, ഞാൻ പ്രാർത്ഥിക്കും കർത്താവിന് വേണ്ടി ഒരു പടിയും കൂടെ മുന്നോട്ട് പോകാൻ. ജാനുവരി 30 വരെയെങ്കിലും കഷ്ടിച്ചത് കൊണ്ടുവരുന്ന രക്ഷപ്പെട്ടു. ഫെബ്രുവരി ആയല്ലോ, എന്തായാലും 30 ദിവസം ചെയ്തില്ല, ഇനിയിപ്പോ ഈ വർഷം കൂടെ പോട്ടെ, അടുത്ത വർഷം ചെയ്യാം, ഇല്ലേ? ഇങ്ങനെ എത്ര വർഷം നമ്മുടെ മുമ്പോട്ട് പോയെന്ന് ഓർത്തേ. ഞാൻ ആത്മാക്കളെ നേടിക്കൊള്ളുന്ന തീരുമാനം എടുത്തവരോട് ഞാൻ ചോദിക്കട്ടെ, ഒരാത്മാവിനെങ്കിലും ഇതുവരെ നേടിയോ? ഞാൻ ജോലിയിൽ സുവിശേഷം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് കുവൈറ്റിലോട്ട് വണ്ടി കയറി. ഇവിടെ വന്നപ്പോ റൂളൊക്കെ എഗൻസ്റ്റാ. അയ്യോ, എങ്ങാനും സുവിശേഷം പറഞ്ഞ ജയിലിൽ പോകും, വേണ്ട. കർത്താവിന് നമ്മുടെ അവസ്ഥ അറിയാവല്ലോ, ഇല്ലേ? ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഇങ്ങനെ. എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരിക്കൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവസന്നിധി തീരുമാനം എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, കർത്താവേ എനിക്ക് ഈ വിഷയത്തെ വിടുതൽ തരണം അങ്ങ്. കർത്താവ് എനിക്കറിയാം എന്റെ കുറവാണെന്ന്. ഞാൻ രാത്രി 12 മണി മുതൽ ദൈവസന്നിധി എഴുന്നേറ്റ് പ്രാർത്ഥിച്ച 1 മണിക്കൂർ ഞാൻ കർത്താവിന് വേണ്ടി തന്നോളാം. കർത്താവ് വിടുതലൊക്കെ തന്നു. ആദ്യത്തെ ഒരാഴ്ച ഞാൻ 12 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച തൊട്ട് എന്റെ വർക്ക് ലോഡ് കൂടുതലായതുകൊണ്ട് 12 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ നിർത്തി, കർത്താവ് എന്റെ അവസ്ഥ അങ്ങേക്ക് അറിയാലോ, എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കർത്താവ്, ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോളാം. രാവിലെ ആയപ്പം ഡബിൾ വർക്ക് വന്നു. അപ്പൊ ഞാൻ കർത്താവിനോട്, കർത്താവ് ഇതും ഇന്നലത്തെ കുടിശ്ശികയും കൂടെ കൂട്ടി ഞാൻ 3 മണിക്കൂർ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചോളാം. വെള്ളിയാഴ്ച ആയപ്പോ അതിനേക്കാൾ വെറുക്ക് വന്നു. അപ്പൊ എത്രയായി, ഡബിൾ ആവുക, അവേഴ്സ് പോവുക. പ്രാർത്ഥിക്കാൻ പറ്റില്ല. വേറൊന്നുമല്ല, എന്റെ വിവാഹ വിഷയത്തെ കുറിച്ചായിരുന്നു. എന്നാ പ്രാർത്ഥിക്കാതിരുന്ന് വരുന്ന വിവാഹങ്ങളൊന്നും നടക്കാതെ വന്ന് ദൈവം നമ്മളെ പോയിന്റിൽ കൊണ്ടുവരും. എവിടാന്നറിയോ? ഞാൻ ദിവസം തീരുന്ന പ്രാർത്ഥിക്കും, കർത്താവേ കുറ വെയിറ്റ് പറയുന്നു, പാപ വെയിറ്റ് പറയുന്നു, പക്ഷെ ഇതെനിക്ക് വെളിപ്പെടുന്നില്ല. അങ്ങനെ ഇരുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് വചനം തന്നിട്ട് പറഞ്ഞു, മോളെ നീ എന്നോട് പറഞ്ഞൊരു തീരുമാനമുണ്ട് കേട്ടോ. അപ്പോഴാണ് ഓർമ്മ വന്നത്, അയ്യോ ദൈവസന്നിധി പോയിരുന്ന് കരഞ്ഞു. പിന്നെ എന്താ പറ്റിയെന്നറിയോ? കുടിശ്ശികയും കൂടെ കൂട്ടിയിരുത്തി പ്രാർത്ഥിപ്പിക്കാൻ ദൈവം 1 മാസത്തെ അവസരം എനിക്ക് തന്നു. മനസ്സിലായോ ഞാൻ ഈ പറയുന്നത്? ഒരിടത്തും പോകണ്ട, വീട്ടിലിരിക്കുക, ഫുൾ ടൈം എന്തേ ഉള്ളൂ പ്രാർത്ഥന. അപ്പൊ ഞാൻ നോക്കിയപ്പോ 12 മണി തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാത്ത ഓരോ മണിക്കൂറിൽ നോക്കിയപ്പോ പ്രാർത്ഥനകളുടെ മുഴുവൻ സമയം ദൈവത്തിന് കൊടുപ്പിച്ച് കഴിഞ്ഞിട്ടാ എന്റെ വിവാഹ വിഷയത്തിൽ കർത്താവിന്റെ കരം ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായി, കാരണം ഫുൾ ടൈം ഉപവാസമായി. പിന്നെ ദിവസന്നിധി ഇരുന്നല്ലേ പറ്റൂ. ഞാനിത് പറഞ്ഞതിന്റെ സാരം, നിങ്ങൾ എന്നോട് ചോദിക്കാം, സിസ്റ്ററെ ഈ വചനം ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഇനി ഞങ്ങളുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനം? കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, എടുത്ത തീരുമാനങ്ങളിലേക്കൊന്ന് മടങ്ങി വരിക കേട്ടോ. കാരണം എടുത്ത തീരുമാനം നിങ്ങൾ നാവ് കൊണ്ടാ പറഞ്ഞത്. നാവ് കൊണ്ട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന്. എന്ന് വെച്ചാൽ എന്താ?
നെഗറ്റീവായ പറഞ്ഞതെങ്കിൽ നെഗറ്റീവ് അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. പകരം പോസിറ്റീവായത്, അപ്പാ ഞാൻ ആ തീരുമാനത്തിലേക്ക് മടങ്ങി. എനിക്ക് ഓർമ്മയുണ്ട് കർത്താവ്. ഇപ്പൊ തന്നെ ഞാൻ ഈ വചനം പറഞ്ഞൊക്കെ പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു, ചിലർക്കൊക്കെ ഓർമ്മ വരുന്നുണ്ട് എടുത്ത തീരുമാനങ്ങൾ. മറന്നു കിടക്കുന്നതാണെങ്കിൽ കർത്താവിനോട് പറയണം. തലമുറയുടെ വിഷയത്തിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾക്ക് ദൈവം ആദ്യമായി സാലറി തന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും നേർന്നിട്ടുണ്ട്, കർത്താവേ എനിക്ക് ഇന്ന സാലറിയുടെ ഒരു ഇൻക്രീസ് തന്നാൽ ഞാൻ ഇത്ര ശതമാനം കർത്താവിന്റെ നാമത്തിന് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തോളാം. പക്ഷെ ഇൻക്രിമെന്റും സാലറി എല്ലാം കൂടെ കൈ വന്നപ്പോൾ നല്ലൊരു എമൗണ്ട് നോക്കിയപ്പോൾ വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ആദ്യം ദശാംശം കൊണ്ട് എടുത്ത് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ എന്ത് ചെയ്തു? വീട്ടിൽ കിടന്ന് കുഴയാൻ തുടങ്ങും. നമ്മൾക്ക് അറിയാൻ മേലാത്തൊരു കാര്യം, നമ്മളെ നോക്കി ദൈവം ശരിക്കും പറഞ്ഞാൽ മോഷ്ടിക്കരുതെന്നുള്ള വചനം പറയും. പലരും പറയും ഞാൻ ഇന്ന് വരെ ആരുടെയും ഒന്നും കട്ടെടുത്തിട്ടില്ലെന്ന്. പക്ഷെ നമ്മൾ കട്ടെടുക്കുന്നുണ്ട്. ആരുടെയെന്നറിയോ? കർത്താവിന്റെ. മനസ്സിലായോ? എനിക്കറിയാം ഇതൊരു നല്ല, എനിക്കറിയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയുടെ മെസ്സേജ് ആയിരിക്കില്ല. പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റൂ കേട്ടോ. സോറി. ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു ഡോക്ടറുടെ അടുക്കൽ ഒരു മുറിവായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇഷ്ടം എന്നാന്നറിയോ? എനിക്കും ഇഷ്ടം അതായിരുന്നു. ഒരു മുറിവ് വന്നാൽ ബാൻഡേജ് ഇട്ട് തരുന്ന എനിക്കിഷ്ടം. മനസ്സിലായോ? നിങ്ങളൊക്കെ നഴ്സുമാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ബാൻഡേജ് ഇട്ട് തരുന്ന ഇഷ്ടം. സ്റ്റിച്ച് ഉണ്ടെന്ന് പറഞ്ഞ ഇഷ്ടമാണോ? അയ്യോ സ്റ്റിച്ചോ? അതിന്റെ കൂടെ ഡോക്ടർ വേറൊരു കാര്യം കൂടെ പറയും, അകത്തോട്ടെ പഴുപ്പുണ്ട് കേട്ടോ, ഇതൊക്കെ ഒന്ന് ഞെക്കി എടുത്ത് കളയണം, ഒന്ന് കീറേണ്ടി വരും, കീറി അതെല്ലാം എടുത്ത് കളയണം, കാരണം ഇച്ചിരി പഴക്കമുണ്ട് ഇതിന്. ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ പറയുക, നിങ്ങളുടെ ഈ വിഷയത്തിന് ഇച്ചിരി പഴക്കം ഉള്ളതുകൊണ്ടല്ലോ ഒത്തിരി പഴുപ്പ് എടുത്ത് കളയാൻ കിടക്കുക. അത് ഇന്ന് ഞെക്കിയെടുക്കും പരിശുദ്ധാത്മാവ്. ഞെക്കിയെടുക്കുമ്പോൾ വേദനയുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ സിസ്റ്ററെ ഞെക്കണ്ട, ആന്റിബയോട്ടിക് തന്നാൽ മതി, ഞാൻ ആന്റിബയോട്ടിക് കഴിക്കുകയും തേക്കുകയും ബാൻഡേഡും കൂടി ഇട്ടോളാം. എന്താ പറ്റും? മുറിവ് ക്ലീൻ ചെയ്യാതെ, അകത്തെ അഴുക്കെടുത്ത് കളയാതെ നമ്മൾ ആന്റിബയോട്ടിക് തന്നിട്ട് പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് രാത്രി പഴുപ്പെടുക്കണം, ഞെക്കണം, അകത്തെ അശുദ്ധി മൊത്തം പുറത്തു വരണം. പരിശുദ്ധാത്മാവ് ആദ്യം കുറവ് വെളിപ്പെടുത്തിയിട്ട് പറയുക, എന്നിട്ട് നമുക്ക് ബാൻഡേഡ് ഇടാം. അതിന്റെ ഗുണം എന്നറിയോ? ആന്റിബയോട്ടിക് പിന്നെ കഴിച്ചാൽ പെട്ടെന്ന് ഹീലിംഗ് നടക്കും. അല്ലാതെ ബാൻഡേഡ് ഇടുന്ന പരിപാടി ഇനി കർത്താവ്, കാരണം കർത്താവിന്റെ വരവെടുത്തു. ഞാൻ ഈ പറയുന്നത്, കർത്താവേ എന്റെ മോടെ കല്യാണം, എന്റെ വീടിന്റെ പ്രശ്നം, ഞങ്ങളുടെ കടങ്ങൾ, ഞങ്ങളുടെ വിഷയങ്ങൾ, ഇതും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമല്ല. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള സമയം നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് ഇനിയുള്ള വിഷയങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പ്രാർത്ഥിച്ച് നേടിയെടുത്തിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഇന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി ആരും ഒരുങ്ങാത്തതിന്റെ വിഷയം എന്ന് പറയുമോ? അതിനൊരുങ്ങുന്നതിന് മുമ്പ് വീട്ടിലെ കാര്യങ്ങൾ പലത് തീർക്കാൻ കിടക്കും. കർത്താവിന്റെ മണവാട്ടിയെ, കർത്താവിന്റെ വരവെങ്കിൽ പോകാനുള്ള വസ്ത്രം റെഡിയാണോ? ഒരു കല്യാണ പെണ്ണിനോട് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? സാരിയൊക്കെ എടുത്തോ? അല്ലേ? റെഡി ആയോ? ഈ ചോദ്യം അല്ലല്ലോ ഇന്ന്. നമ്മൾ ചോദിക്കുന്നെന്നാ, എടി നിനക്ക് വല്ല ജോലിയൊക്കെ ആയോ? കല്യാണമൊക്കെ അല്ലേ? കടമൊക്കെ വീട്ടിയോ? ഇതാ ഇപ്പൊ നമ്മുടെ അവസ്ഥ. ഒരുങ്ങിയോ എന്നല്ല. പണ്ടൊക്കെ ദൈവമക്കൾ കാണുമ്പോൾ ചോദിക്കുന്നത്, കർത്താവിന്റെ വരവായി ഒരുങ്ങിയോ? അഭിഷേകമൊക്കെ പ്രാപിച്ചോ? കൃപാവരങ്ങളൊക്കെ ജ്വലിപ്പിക്കുന്നുണ്ടോ? ഇന്ന് ചോദിക്കുന്നത് കഷ്ടതയാ. പ്രശ്നങ്ങളൊക്കെ മാറിയോ? കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ അടുത്ത് വന്നു, എല്ലോ ആയോ? ആദ്യം ഇതിനൊന്ന് തീരുമാനമാകട്ടെ, എന്നിട്ട് അവൻ കല്യാണം എന്ന് പറഞ്ഞിരിക്കും നമ്മൾ. കാരണം എന്താ? നമുക്ക് പ്രാരാബ്ധങ്ങളായിന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് അതിനൊന്നും സമയമില്ല ദൈവമക്കളെ. ആദ്യം പെട്ടെന്ന് ആ പഴുപ്പൊക്കെ ഒന്ന് എടുത്തു കളഞ്ഞ് റെഡി ആയിക്കേ. അപ്പ എന്റെ ജീവിതത്തിൽ കുറവുണ്ടപ്പ. ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ ദൈവദാസന്മാർ വന്ന് തലയെ കൈവെക്കുമ്പോൾ അങ്ങ് തീരുമാനം എടുക്കുക, കർത്താവേ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കോളാം, ഞാൻ അങ്ങയുടെ നാമത്തിന് വേണ്ടി ഇത് ചെയ്തോളാം. കർത്താവിന്റെ ദാസൻ വീട്ടിൽ ചെന്നു, നമ്മൾ അത് മറക്കുകയും ചെയ്തു. പിന്നെയും പിറ്റേ പ്രാവശ്യത്തെ ഉപവാസപ്രാർത്ഥന ഇത് വീണ്ടും വെളിപ്പെടുത്തുക. അപ്പൊ പറയും പിന്നെയും പോയി സമർപ്പിച്ച് ഫ്രണ്ട് നിൽക്കും, കർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. കർത്താവ് വീട്ടിൽ വരുമ്പോൾ ആദ്യം പറയും, മോളെ നീ കുറച്ച് ദിവസം എന്റെ സന്നിധി ഇരിക്കും. അയ്യോ കർത്താവ് ലീവ് കിട്ടത്തില്ല കേട്ടോ, എനിക്ക് പറ്റത്തില്ല. പക്ഷെ നാട്ടിലൊരു കല്യാണം വന്നാൽ നമ്മൾ ലീവ് എടുക്കത്തില്ലേ? എടുക്കും. നമ്മുടെ പ്രയോറിറ്റി അവിടുത്തെ വിഷയം. ദൈവം ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോഴുള്ള നമ്മുടെ മനോഭാവവും നമ്മുടെ സ്വയം ഇഷ്ടപ്പെട്ട മനോഭാവം തമ്മിൽ രണ്ടും രണ്ടാണ്. നമ്മളെ പ്രയോറിറ്റി തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രയോറിറ്റിയിൽ ഏറ്റവും താഴെ കൊണ്ടുവന്ന വിഷയം എന്നറിയോ? ദൈവത്തിന്റെ കാര്യം. ദൈവം നമ്മളോട് അനുസരിക്കാൻ പറഞ്ഞ കാര്യമാണ്. ബാക്കി നമ്മൾ എന്ത് പറയും? ദൈവമേ അങ്ങക്ക് എന്റെ അവസ്ഥ അറിയാം. കർത്താവ് എന്ന് പറയാം, എനിക്ക് മോടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാ, നിന്റെ കിടക്ക വിട്ട് കളയണം. അതായത് നമ്മൾ പറഞ്ഞ പോലെ കൊളക്കടവിൽ ചെന്നിട്ടും കർത്താവ് പറഞ്ഞിരിക്കുക, നീ എഴുന്നേക്കണം, നീ ചെയ്യണം, നീ എഴുന്നേറ്റ് ഊന്നി നടക്ക്. കർത്താവ് എനിക്ക് പറ്റത്തില്ലപ്പാ, എന്റെ അവസ്ഥ അറിയാലോ, എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന എഴുന്നേക്കേ ചെയ്യരുതെന്ന, കാലനക്കരുതെന്ന. ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെ ഡോക്ടർമാർ എന്തു പറഞ്ഞാലും നമ്മൾ ഒരു മടിയും പറയത്തില്ല, എല്ലാം അനുസരിക്കും. പാവയ്ക്കാ നീരെ അടുത്ത ഒരു ആഴ്ചത്തേക്കിന് കുടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യും. ഇല്ല തട്ടിപ്പോകുന്ന ഒരൊറ്റ വാക്ക് ഡോക്ടർ പറഞ്ഞാൽ മതി, സിസ്റ്ററെ പാവയ്ക്ക ജ്യൂസേ കുടിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് 7 ദിവസം മരിച്ചു പോകും. അയ്യോ
കിലോ കണക്കിന് ഇറക്കി പാവയ്ക്ക ജ്യൂസ് തന്നെ കുടിക്കും. കാരണം മരണത്തെ പേടിയാ. ഇല്ലേ? എന്നാൽ ഡോക്ടർ പറയാം ഇനി 7 ദിവസം വെള്ളം മാത്രം കുടിക്കാവുള്ളൂ, ഭക്ഷണം ഒന്നും വയറ്റി ചെല്ലരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അയ്യോ ഡോക്ടറെ എനിക്ക് ജീവിച്ചിരിക്കണം, എന്റെ കൊച്ചിന്റെ കല്യാണം ഞാൻ കണ്ടിട്ടില്ല, എന്റെ കൊച്ചൊന്നും ആയിട്ടില്ല, ശരി ശരി ഡോക്ടറെ ഞാൻ ഒരു ദിവസം ഒരു നേരം മാത്രം വെള്ളം കുടിച്ചുകൊണ്ടിരുന്നോളാന്ന് പറയും. പക്ഷെ കർത്താവ് ദൈവദാസന്മാരി കൂടെ പറയും സിസ്റ്ററെ എത്രയും പെട്ടെന്ന് ഉപവസിക്കണം കേട്ടോ, കുറച്ച് ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കാൻ പരിശുദ്ധാത്മാ പറയുന്നു പറഞ്ഞ പാസ്റ്ററെ എനിക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ദൈവത്തോടൊന്ന് ചോദിക്കുക. കാരണം എനിക്ക് ഷുഗർ ഉണ്ട്, എനിക്ക് ഭയങ്കര പ്രഷറാ, രാവിലെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് തല ഇറങ്ങി വീഴും. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ദൈവം പറഞ്ഞാൽ അഖിലാണ്ടങ്ങളുടെ ഉടയവൻ നിന്റെ സൃഷ്ടാവ് നിന്നോട് പറയുക ഉപവസിക്കാൻ പറഞ്ഞ ഉപവസിച്ചോണം, പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥിച്ചോണം. ഞാൻ പെട്ടെന്ന് എൻ്റെ ലൈഫിൽ ഈ ഇടയ്ക്ക് നടന്ന ഒരു ടെസ്റ്റ് മണി ഞാൻ നിങ്ങളുമായിട്ട് പെട്ടെന്ന് ഷെയർ ചെയ്ത് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ടൈം ആകുമ്പോൾ സിസ്റ്ററെ പ്ലീസ് എനിക്ക് ഒന്ന് ടെക്സ്റ്റ് ചെയ്തേക്കണം താഴെ പ്ലീസ്, എനിക്ക് ടൈം നോക്കാൻ പറ്റില്ല, ടൈമർ ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. എൻ്റെ ടൈം ആകുമ്പോൾ ടൈംസ് അപ്പം ഒന്ന് ഇട്ടേക്കണം, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫിൽ ഈ ഇടയ്ക്കുണ്ടായ ഒരു ടെസ്റ്റ് മണി. എനിക്ക് ദൈവം മൂന്നാമത് ഒരു ആൺകുഞ്ഞിനെയും കൂടെ ദാനമായി തന്നു ഈ ജാനുവരി 20-ാം തീയതി. കുഞ്ഞിന് ഇപ്പൊ 4 മാസം ആവുന്നു, ഈ മെയ് 20 ആകുമ്പോൾ 4 മാസം ആവും. ദൈവം എന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് എന്നോട് ദൂത് പറയുന്നത് ഞാൻ നിനക്ക് മൂന്നാമതൊരു ആൺകുഞ്ഞിനെ ദാനമായി തരും, അതെന്റെ വാക്തത്വമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ രണ്ടാമത്തെ മോൻ എന്റെ ഉദരത്തിൽ 2 മാസേ ആയിട്ടുള്ളൂ. രണ്ടാമത്തെ കുഞ്ഞിനെ 2 മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മ മൂന്നാമത്തെ ആളെ കുറിച്ച് ദൂത് പറഞ്ഞു. സന്തോഷം. രണ്ടാമത്തെ കുഞ്ഞ് വളരാൻ തുടങ്ങി, അവന് 4 വയസ്സായി. ഞാൻ മൂന്നാമത്തെ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ വിട്ട് എപ്പോഴെങ്കിലും കിട്ടും അങ്ങനെ ഇരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം മെയ് മാസം 23-ാം തീയതി ഞാൻ അറിയുന്നു ഞാൻ പ്രഗ്നന്റ് ആണ്. അത് കഴിഞ്ഞുള്ള എൻ്റെ ലൈഫ് ഒരു ഡിഫറെന്റ് ഡിറക്ഷൻ ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ മെയ് മാസം വരെ ഞാൻ വളരെ ശുശ്രൂഷയിൽ വളരെ തിരക്ക് ദൈവം ആ സമയത്ത് തന്നു. അനേകരെ കർത്താവ് എനിക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ബൈബിൾ സ്റ്റഡി മീറ്റിങ്ങിലൊക്കെ ആയിട്ട് ഞാൻ വളരെ. പക്ഷെ കർത്താവ് മെയ് മാസത്തിന്റെ തുടക്കത്തിൽ എന്നോട് പറഞ്ഞു മെയ് 1-ാം തീയതി ഏപ്രിൽ എന്നോട് സംസാരിച്ചു മെയ് 1 തൊട്ട് നീ അല്പ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എത്ര ദിവസം എന്ന് പറഞ്ഞില്ല, ദൈവാത്മാ ഉള്ളിൽ പ്രേരണ തരിക. ഞാൻ 1-ാം തീയതി തൊട്ട് ദൈവസന്നിധിയിൽ ഇരുന്നു, ഉച്ച വരെയായിരുന്നു ഇരുന്നത്. 2 മണി വരെ ദൈവസന്നിധിയിൽ ഇരിക്കും, രാവിലെ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, അധികം മീറ്റിങ്ങിനൊന്നും എടുക്കില്ല. എന്നാൽ 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മീറ്റിംഗ് വന്ന് ഞാൻ ആ മീറ്റിങ്ങിന് പോയി ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കർത്താവ് പറഞ്ഞു ഇനി നീ വീട്ടിലിരുന്നാൽ മതി, ശുശ്രൂഷയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ശുശ്രൂഷകളൊന്നും എടുത്തില്ല, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനാമുറി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉപവാസമാണെന്ന് ഓർക്കണം. മെയ് 23-ാം തീയതി ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ പ്രഗ്നന്റ് ആണ്. വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ കുടുംബമായിട്ട് ഞാൻ ഉദരത്തെ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് തന്ന ദാനത്തിനായി സ്തോത്രം കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറണം, എൻ്റെ ഇഷ്ടമല്ല അപ്പന്റെ ഇഷ്ടം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോടൊരു കാര്യം സംസാരിച്ചതാ. നിന്റെ ആദ്യത്തെ 2 പ്രഗ്നൻസി പോലല്ല ഈ ജേർണി. ഈ ജേർണിക്ക് വേറൊരു വ്യത്യസ്ത തലമുണ്ട്. ഞാൻ നിന്നെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പോവാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ദൈവത്തിന് മുന്നമേ അറിയാല്ലേ. ദൈവം ചെയ്തത് കഴിഞ്ഞ 2024 മെയ്യിലാണ് ഞാൻ പ്രഗ്നന്റ് ആയതെങ്കിൽ ആ വർഷത്തിന്റെ ഫെബ്രുവരി മാസത്തിൽ എനിക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ചർച്ചിൽ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്മാവ് എനിക്കൊരു ദൂത് തന്നു. ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു ആ ആലോചന എനിക്ക് കിട്ടിയത്. കാരണം മീറ്റിംഗ് പിറ്റേ ദിവസം പോകാൻ ഞാൻ എയർപോർട്ടിൽ അങ്ങോട്ട് പോകാൻ ഫ്ലൈ ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം പിറ്റേ ദിവസം എൻ്റെ മീറ്റിംഗാ. ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു മെസ്സേജ് ഒക്കെ കിട്ടിയോ? ഞാൻ കരഞ്ഞോണ്ട് പറഞ്ഞു അച്ചാച്ചാ ഒന്നും കിട്ടിയിട്ടില്ല, നാളെ ഈ സമയത്ത് അവിടെ പ്രസംഗിക്കേണ്ടതാ, മെസ്സേജ് എന്താന്ന് പോലും എനിക്കറിയത്തില്ല, എനിക്കൊന്നും കിട്ടുന്നില്ല. അച്ഛൻ ചോദിച്ചു നിനക്ക് എന്ത് ധൈര്യമുണ്ട് ഇങ്ങനെ പോകാൻ? എനിക്കൊക്കെയാണ് ധൈര്യമില്ല. ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്കറിയാം, എനിക്ക് കർത്താവ് തന്നാലേ ഉള്ളൂ. ദൈവമക്കളെ ഞാൻ എയർപോർട്ടിൽ പോയി, എനിക്ക് ഫ്ലൈറ്റ് വരേണ്ട സമയമായി. ഞാൻ പോയി അവിടെ ചെന്ന് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് പോയി നിൽക്കുമ്പോൾ അനൗൺസ്മെന്റ് എൻ്റെ ഫ്ലൈറ്റ് 1 മണിക്കൂറും കൂടെ ഡിലേ ആണ്. എനിക്ക് ആരുമില്ല കുട്ടി, ഞാൻ ഒറ്റയ്ക്കാം. ഞാൻ ഓർത്ത് കർത്താവേ ഫ്ലൈറ്റ് ഡിലേ ആണോ, ഇനി ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലേറ്റ് ആവുമല്ലോ, ഇനി ഞാൻ എപ്പോൾ പ്രിപ്പയർ ചെയ്യാനാ മെസ്സേജ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഗേറ്റിൽ അവിടെ അധികം ആൾക്കാർ ആരുമില്ല എൻ്റെ ഈ ഫ്ലൈറ്റിന്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമോ, ഒരു അമ്മച്ചി മാത്രമാണ്. അമ്മച്ചി അങ്ങേര് കർത്താവിനോട് പറഞ്ഞു നീ ആ സീറ്റിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയിരുന്നു, ബൈബിൾ തുറക്കാൻ പറഞ്ഞു. ഞാൻ ബൈബിൾ തുറന്നു. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു കർത്താവ് പറ നാളത്തെ മെസ്സേജിനുള്ള ദൂത് എനിക്ക് തരണം. എനിക്കൊന്നും കിട്ടുന്നില്ല, 10 മിനിറ്റ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ഗ്ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം ഞാൻ എടുത്തിട്ട് വായിക്കാൻ തുടങ്ങിയ കർത്താവേ എല്ലാ ലേഡീസ് മീറ്റിങ്ങിന് എല്ലാവരും മറിയെക്കുറിച്ച് എലിസബത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. കർത്താവ് എനിക്ക് പുതിയത് വല്ലതും എന്താ? കർത്താവ് പറഞ്ഞു ഇത് പുതിയതാ,
നിന്നോടുള്ള ദൂത. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ, എന്നോടുള്ള ദൂത് എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തു എനിക്ക് തന്നിട്ട് അവരോട് പറയാൻ ഓർത്തു. ഞാൻ പ്രിപ്പയർ ചെയ്തു, മെസ്സേജ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു, ഡൗൺലോഡായി ഓരോന്നും വരിക. ഞാൻ ആ മെസ്സേജ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിൽ ഇത് ഭയങ്കര പവർഫുൾ മെസ്സേജ്. ഞാൻ അത് ഏറ്റെടുത്തു. അവിടെ പോയി പിറ്റേ ദിവസം ദൈവകൃപയാലെ വചന ശുശ്രൂഷ അനേക അമ്മമാർക്ക് അത് അനുഗ്രഹമായി തീരുന്നു, അനേക സ്ത്രീകൾക്ക് അത് അനുഗ്രഹമായിരുന്നു. ഞാൻ തിരിച്ചു വന്നു. ഞാൻ എന്താണോ പ്രസംഗിച്ചത് അതിന്റെ പ്രാക്ടിക്കൽ നടക്കാൻ പോവാ മെയ് മാസത്തിൽ. അതായത് ഞാൻ അന്ന് പ്രസംഗിച്ചത് മറിയയും എലിസബത്തിന്റെയും യോക്കേബേദിന്റെയും ഗർഭകാലവും അവരുടെ പ്രസവകാലത്തെയും കുറിച്ചായിരുന്നു. അവരെങ്ങനെ ഗർഭിണിയായിരുന്നപ്പോൾ അവർ എന്തൊക്കെ ചെയ്തു, പ്രസവിച്ചു കഴിഞ്ഞ് അവരെന്തൊക്കെ ചെയ്തു, ഇതായിരുന്നു മെസ്സേജ്. എന്നാൽ ആ മെസ്സേജ് പ്രസംഗിക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ മെയ് മാസത്തിൽ എന്റെ പ്രാക്ടിക്കൽ തുടങ്ങി. ദൈവാത്മാവ് എന്നെ അതിലേക്ക് നയിച്ചു. ഞാൻ ഇരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ അന്ന് പ്രസംഗിച്ചില്ല, മറിയ 3 മാസം ഒളിച്ചു പാർത്തു, എലിസബത്ത് 5 മാസം ഒളിച്ചു പാർത്തു. എന്തിനൊളിച്ചു പാർത്തു? എന്തായിരുന്നു അവിടുത്തെ ഡിവൈൻ പർപ്പസ്? ഈ വചനം പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ ദൈവാത്മാവ് അതിലേക്ക് നയിച്ചു. മെയ് മാസം 23-ാം തീയതി തൊട്ട് അടുത്ത 3 മാസം ഞാൻ വീട്ടിൽ തന്നെ, ഒരു മിനിസ്ട്രി എടുക്കുന്നില്ല. കർത്താവ് എന്നെ വീട്ടിലിരുത്തി എന്നെ ദൈവാത്മ വചനം എടുക്കും. ഞാൻ പറഞ്ഞു, മറിയ എലിസബത്തിന്റെ അടുക്കിലേക്ക് ചെന്നു. എന്നാൽ ദൈവം എന്റെ കാര്യത്തിൽ എലിസബത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്റെ മമ്മിയാണ് എന്റെ ജീവിതത്തിലെ എലിസബത്ത്. മനസ്സിലാവുന്നുണ്ടോ? എലിസബത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ ഒരുമിച്ച് 3 മാസം ഒരുമിച്ച് പാർത്തു. അത് കഴിഞ്ഞുള്ള ഞാൻ പറഞ്ഞു എലിസബത്തിന്റെ ലൈഫിൽ 5 മാസം ഇച്ചിരി ടഫാ, കാരണം പ്രായമുണ്ട്, അങ്ങനെയൊക്കെ നോക്കിയാ. അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ മമ്മി പോയി. പിന്നെയുള്ള 2 മാസം വളരെ ടഫായിരുന്നു. ഞാനിത് പറയാൻ കാരണം, എന്നോട് പറഞ്ഞു ആ വചനത്തിലെ പോരാ നിന്റെ ഗർഭകാലവും പ്രസവവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഈ മറിയയ്ക്ക് വല്ല ഡോക്ടർമാരുണ്ടായിരുന്നു? ഇല്ല. എന്റെ ആദ്യത്തെ 2 പ്രഗ്നൻസിക്കും എനിക്ക് ഡോക്ടേഴ്സ് ചെക്കപ്പ് ഉണ്ടായിരുന്നു. എല്ലാ മാസവും ചെക്കപ്പ് ഉണ്ടായിരുന്നു. എല്ലാ ടെസ്റ്റും ഞാൻ ചെയ്തു. ദൈവം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇവിടെ ചെക്കപ്പ് ഒന്നും ഇല്ലാത്തൊരു ലൈഫോ ഒരിക്കലും ഇല്ല. ഇവിടെ എന്തായാലും ചെക്കപ്പ് ചെയ്യണം, എല്ലാ ഡോക്ടറെയും കൂടെ കാണിക്കണം. പക്ഷെ ആദ്യം തന്നെ ദൈവം എന്റെ എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്തെന്നുള്ള ആ ജേണി എന്നെ പഠിപ്പിക്കുക. ആദ്യത്തെ പ്രശ്നം, എനിക്ക് ചെക്കപ്പിന് പോകണമെന്നുണ്ട്. അപ്പം എന്റെ ഇൻഷുറൻസ് എനിക്ക് കിട്ടിയില്ല. എന്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത്, ഹസ്ബൻഡ് ജോലി എന്റെ ഇൻഷുറൻസ് ആഡ് ചെയ്തോണ്ട് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ആദ്യത്തെ 3 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 3 മാസം കഴിഞ്ഞ് ഇൻഷുറൻസ് കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പൊ പോകാം. ഇൻഷുറൻസ് കിട്ടി വന്നപ്പം എന്തോ പറ്റിയെന്നറിയാമോ? ഞാൻ ഡോക്ടറിനെ വിളിച്ചു. എനിക്കപ്പം 30 വീക്സ് ആയി. ഇവിടെ ആഴ്ചകളാണ്. 30 വീക്സ് ആയതുകൊണ്ട് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, സോറി, 30 വീക്സ് ആയതുകൊണ്ട് എനിക്ക് 36 ഇയേഴ്സ് ആയി. ഇപ്പൊ ഇവിടെ 35 കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആണ്. എന്നോട് പറഞ്ഞു 36 ഇയേഴ്സും ആയി, 30 വീക്സ് ആയതുകൊണ്ട് എനിക്ക് നിന്നെ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ബിക്കോസ് ആദ്യം മുതലുള്ള എല്ലാ ടെസ്റ്റും 30 വീക്സ് കഴിഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സിന് എന്നെ വേണ്ട. ഞാൻ 2 ഡോക്ടേഴ്സിനെ വിളിച്ചു. അവരെല്ലാം പറഞ്ഞു ഉണ്ട്, അപ്പോയിന്റ്മെന്റ് ഉണ്ട് 2025 ജാനുവരിയിൽ. ഞാൻ പറഞ്ഞു 2025 ജാനുവരിയിൽ എന്റെ ഡ്യൂ ആ. അപ്പൊ കിട്ടിയിട്ട് എന്തോ കാര്യം. ഞാൻ 2-3 ഇടത്ത് വിളിച്ചു, എനിക്ക് ഒരു ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ്. അവരെല്ലാം പറയുന്നതാണ്, ബിക്കോസ് യു ക്രോസ് 30 വീക്സ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് വരാൻ ചെക്കപ്പ് എടുക്കാന്നില്ല. ബിക്കോസ് അത് മാത്രമല്ല, അവർക്ക് ടൈം ഇല്ല, അവർക്ക് എല്ലാ ഡേയ്സും ഒക്യുപ്പൈഡ്. ഇവിടെയൊക്കെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ മന്ത്സുകൾക്ക് ബിഫോർ നമ്മൾ ബുക്ക് ചെയ്യണം. മനസ്സിലായോ? ചില ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് അങ്ങനെ 3 മാസം 4 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ഡേറ്റ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് കിട്ടാതെ വന്നപ്പോൾ എനിക്ക് വളരെ വേദന തോന്നി. പക്ഷെ പരിശുദ്ധാത്മാ എന്നോട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇത് വ്യത്യസ്തമായ ജേണിയാണ്. കേൾക്കണേ, ഒരു ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് എനിക്ക് കിട്ടിയില്ല. അതിന്റെ കൂടെ 4-ാം മാസത്തിൽ കയറിയപ്പോൾ അതിശക്തമായ ശ്വാസമുട്ടല്. ഗർഭിണികളായിരുന്നവർക്ക് അറിയായിരിക്കും. നോർമൽ ശ്വാസമുട്ടലല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ചെരിയാൻ, അങ്ങനെ വളരെ ഞാൻ പെട്ടെന്ന് ചുരുക്കിയ ശ്വാസമുട്ടല്. എന്റെ ബ്ലഡ് പ്രഷർ ഡൗൺ ആവാൻ തുടങ്ങി. എന്റെ ഹസ്ബൻഡ് നേഴ്സ് ആയതുകൊണ്ട് പുള്ളി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ബ്ലഡ് പ്രഷർ ഡൗൺ ആവാൻ തുടങ്ങി. 50/40 വരെ വന്നു. എനിക്ക് മരണവെപ്രാളമാണ്, അതായത് മരിക്കാൻ പോകുന്ന പോലത്തെ ഒരു വെപ്രാളം എന്റെ ശരീരത്തിൽ അനുഭവിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, ഹോസ്പിറ്റലിൽ പോകാം, 911 വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാം. ദൈവമക്കളെ, ഇത് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴൊക്കെ റെഡി ആകാൻ വേണ്ടി എഴുന്നേക്കുന്നോ, എന്റെ ഈ ഹൃദയത്തിനകത്തുനിന്ന് ആരോ എന്നെ വലിച്ചിട്ട് പറയാ, പോകരുത്. അതൊരു വാണിംഗ് പോലെ, പോകരുത്. ഞാൻ ആദ്യം ഓർത്ത് എന്റെ മനസ്സിലെ തോന്നലാന്ന് ഓർത്തി എന്റെ മമ്മിയെ വിളിച്ചിട്ട്, മമ്മി എനിക്ക് ഒട്ടും വയ്യ, എന്റെ മമ്മി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് മരിക്കാൻ പോകുന്ന പോലത്തെ വെപ്രാളം, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോന്ന് എനിക്ക് അറിയാം, മമ്മി ഒന്ന് പ്രാർത്ഥിക്കും. മമ്മി പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവിനോട് മമ്മിയെ കൂടെ പറഞ്ഞു, മോളെ ഇതൊരു സാധാ പ്രഗ്നൻസി അല്ല, ഇത് നീ പോരാടി പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ട ഒരു തലമുറ. ഇത് നീ പ്രാർത്ഥിച്ച് ഉപവസിച്ച് വേണം ഈ തലമുറയെ നേടാൻ. ഇനിയുള്ള തലമുറകൾ അങ്ങനെ ആകട്ടോ. ഞാൻ ദൈവാത്മാവിൽ ചിലരോട് ദൂത് പറയുക, നീ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ
അടുത്ത തലമുറകൾ, ഇനിയുള്ള ഈ ജനറേഷൻ വളരുന്ന തലമുറകൾ സാധാ പ്രഗ്നൻസിയിലോ സാധാ ഡെലിവറിയിലോ പുറത്തു വരുന്ന തലമുറകളല്ല. ബിക്കോസ് അവർ മോശയെ പോലെയാ. ചിലതിനെ പുറത്തെടുക്കേണ്ട ജനറേഷൻ ആയതുകൊണ്ട് ചിലരോട് ആത്മാവിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ദൂത് പറയുന്നു. ഇനിയുള്ള തലമുറകൾ ആ അഭിഷേകത്തിന്റെ തലമുറയായതുകൊണ്ട് സാധാരണ രീതിയിൽ ഇതുവരെ നടന്നതുപോലെ നടക്കുമെന്ന് ചിന്തിക്കരുത്. നിന്റെ പ്രഗ്നൻസിയിൽ ചില കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ ഉടനെ ഡോക്ടർമാർ പറയുന്നത് പോലെ ഫോളോ ചെയ്യാതെ കർത്താവ് എന്താ പറയുന്നത് ഫോളോ ചെയ്തോണം. കാരണം ആ തലമുറയെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന മമ്മി എന്നോട് പറഞ്ഞു, മോനെ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് എന്നോട് പറയുന്നു, ഈ പ്രഗ്നൻസി നിനക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചാലേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവമക്കളെ, പ്രഗ്നന്റ് ആയി ആരോടെങ്കിലും ഉപവസിക്കാൻ പറയുമോ? നമ്മൾ പറയുന്നുണ്ടോ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കേണ്ടതാ, കഴിക്ക് ഇതല്ലേ പറയുന്നേ? ഒരാൾക്കല്ല 2 പേർക്കുള്ളത് കഴിക്കണം. ഈ സമയത്ത് കർത്താവ് എന്നോട് പറയാം നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ആദ്യം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഒരു ഭയം, ഉപവസിക്കണമെന്നോ? മമ്മി എന്റെ ബ്ലഡ് പ്രഷർ ഡൗണാ. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഷുഗർ വീട്ടിൽ ചെക്ക് ചെയ്തപ്പോൾ എന്റെ ബ്ലഡ് ഷുഗറും ഡൗണാ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് വളരെ തലകറക്കമുണ്ട്. പക്ഷെ മമ്മി പറഞ്ഞു, മോനെ നീ ആശുപത്രി പൊക്കോ. പക്ഷെ ആശുപത്രി പോയാൽ ഡോക്ടേഴ്സ് ഈ കുഞ്ഞിന് എന്തെങ്കിലും ഉണ്ടെന്ന് പറയും. നിങ്ങൾ ഫർദർ ടെസ്റ്റുകൾ ചെയ്യും, പല പ്രശ്നങ്ങൾ നിനക്ക് വരും. ഈ കുഞ്ഞ് ദൈവത്തിന്റെ അത്ഭുതം പുറത്ത് വന്ന് പറയേണ്ട കുഞ്ഞ്. അതുകൊണ്ട് ദൈവത്തിന്റെ കരം തന്നെ കൂടിയിരുന്നെന്ന് പറയാൻ, യഹോവയിൽ തന്നെ ആശ്രയിച്ചെന്ന് പറയാൻ ഇതൊരു ടെസ്റ്റ് മണിയാ. അതുകൊണ്ട് നീ പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ദൈവം പറയുന്ന ഒരു കാര്യം, അനുസരണക്കേട് കാണിക്കാൻ ഇപ്പം എനിക്ക് പേടി. പണ്ട് നമ്മൾ പറഞ്ഞ അനുസരണക്കേട് കാണിച്ച് അടി കിട്ടി പഠിച്ചത് കൊണ്ടായിരിക്കാം ഇപ്പൊ പേടിയാ. കർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഞാൻ കർത്താവിനോട് ഒരു കർത്താവ് ഞാൻ ചെയ്യാം. ഞാൻ ദൈവസന്നിധി ചെയ്തത് 4-ാം മാസം കഴിഞ്ഞ് 5-ാം മാസത്തിലോട് കയറും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു കർത്താവ് എത്ര നേരം? മമ്മി എന്നോട് പറഞ്ഞു, മോനെ ഉച്ച വരെ ഇരുന്നാൽ മതി, ഫുൾ ടൈം ഇരിക്കേണ്ട. ഞാൻ കർത്താവിനോട് ഒരു കർത്താവ് ഞാൻ ഉച്ചയ്ക്ക് വരെ 1 മണി 2 മണിക്കുള്ളിൽ ഞാൻ ഫാസ്റ്റിങ്, അതുവരെ ഞാൻ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. ദൈവമക്കളെ, വീട്ടിൽ തന്നെയാ. ശ്വാസമുട്ടലുണ്ട്, വളരെ ശക്തമായ ശ്വാസമുട്ടൽ. എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഒരാളുടെ പരസഹായം ഇല്ലാതെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ബ്രഷ് ചെയ്ത് തരുന്നത്. എനിക്ക് കുളിക്കാൻ പറ്റത്തില്ല, എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. കാരണം ബോഡി ഇങ്ങനെ എഴുന്നേക്കുമ്പോൾ എൻ്റെ ശരീരം തളർന്നു പോയിട്ട് വലിക്കുക. ഭയങ്കര അതിശക്തമായ ശ്വാസമുട്ടൽ. എൻ്റെ ശരീരമെല്ലാം നീലയ്ക്കാൻ തുടങ്ങും. എൻ്റെ കൈയുടെ നഖങ്ങളെല്ലാം നീലച്ചു വരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് നേഴ്സായ ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ട്, നിനക്ക് ആശുപത്രി പോണോ? ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഒരു ദിവസം വേറൊരു വീട്ടിലിരിക്കുക, ഞങ്ങളുടെ ചർച്ചിൽ അന്ന് ഒരു ആശ്വാസമുണ്ട്. ആ വീട്ടിൽ ഇരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ശ്വാസമുട്ടൽ കൂടിയപ്പം ആ വീട്ടിലുള്ളവർ എന്നോട് പറഞ്ഞു, പെട്ടെന്ന് ചേച്ചി ആശുപത്രി പൊക്കോ. ഞാൻ അവരെ എല്ലാം പറഞ്ഞു, എൻ്റെ മക്കളെ നോക്കണേ, ഞാൻ പോവാ. ഞാൻ 911 അല്ലെങ്കിൽ 911 വിളിക്കണം. ഞാൻ പറഞ്ഞു 911 വിളിക്കണം, ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിലെ സോഫായിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ പരിശുദ്ധാത്മാ എന്നോട് പറയാ പോകരുത്. അപ്പൊ എനിക്ക് ഉള്ളി തോന്നി, കർത്താവ് ഇത് എന്റെ ഉള്ളിലെ തോട്ടാണോ? ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ ഇങ്ങനെ ഉള്ളി പ്രാർത്ഥിക്കും, കർത്താവെ ഞാൻ പോകത്തില്ല. ഇപ്പൊ എന്റെ അച്ചാച്ചൻ എന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല. കാരണം എനിക്കറിയാം എന്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടുപോകുന്നു, എന്റെ ശ്വാസമുട്ടൽ കണ്ടിട്ട്. എന്റെ ഹസ്ബൻഡ് നേഴ്സ് ആയതുകൊണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, അച്ചാച്ചൻ കീ എടുത്ത് ഡോറിന്റെ അവിടെ ചെന്നിട്ട് തിരിച്ചു വന്നിട്ട് ചോദിക്കാം, ശരിക്കും നിനക്ക് ആശുപത്രിയിൽ പോകണോ? ഞാൻ പറഞ്ഞു അച്ചച്ച എന്റെ ശ്വാസമുട്ടൽ കണ്ടില്ല, എനിക്ക് പോകണം. അച്ചച്ചൻ എന്നോട് പറയാം, അക്സ എനിക്ക് തോന്നുന്നില്ല നമുക്ക് പോണോ, നമുക്ക് വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം. എന്റെ ഹസ്ബൻഡ് അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഒരു മിറക്കിളാ. ഞാൻ നോസ് വീട്ടിൽ പോയി പ്രാർത്ഥിക്കാം. വീട്ടിൽ വന്നു മമ്മിയോട് പ്രാർത്ഥിക്കുമ്പോഴാണ് മമ്മി ഈ ആലോചന എന്നോട് പറയുന്നത്. ഞാൻ ദൈവസന്നിധി സമർപ്പിച്ചു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് പിറ്റേ ദിവസം തൊട്ട് ഫാസ്റ്റിംഗ് ആണ്. ഞാൻ രാത്രി 9 മണിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കാണ് കഴിക്കുന്നത്. ഏകദേശം 15-16 മണിക്കൂർ എന്റെ വയറ്റിലേക്ക് ഒന്നും ചെല്ലുന്നില്ല, നിങ്ങൾ ഓർക്കണം. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു കർത്താവെ ഇന്ന് തൊട്ട് എന്റെ ഉപവാസം തുടങ്ങി. എത്ര നാളെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങയുടെ വാക്കിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കൂ. അങ്ങ് എന്ത് കൽപ്പിച്ചാലും ഞാൻ ചെയ്യും. ഈ തലമുറ അങ്ങ് തന്നതാ. ഇത് അങ്ങാണ് എന്റെ ഉദരത്തിൽ മെനഞ്ഞതെങ്കിൽ ഈ കുഞ്ഞിന്റെ കാര്യം അങ്ങ് ചെയ്യും. അങ്ങാണ് എന്റെ സൃഷ്ടാവ്. എന്നെയും പോറ്റി പുലർത്തണം, എന്റെ കുഞ്ഞിനെയും പോറ്റി പുലർത്തണം പറഞ്ഞിട്ട് ദൈവമക്കളെ ഞാൻ ഫാസ്റ്റിംഗ് ആരംഭിച്ചു. രാവിലെ എന്റെ ബെഡ്റൂമിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പതുക്കെ നടക്കാൻ ശ്രമിച്ച് എന്റെ ലിവിംഗ് റൂമിലേക്ക് വന്നപ്പോൾ എനിക്ക് തല കറങ്ങാൻ തുടങ്ങി. ഞാൻ വീഴാൻ പോയി. ഓടി വന്ന് എന്റെ ഹസ്ബൻഡ് പിടിച്ചിട്ട് എന്നോട് ചോദിക്കാം, ആർ യു ഷുവർ യു വാണ്ട് ടു ഫാസ്റ്റ്? ബിക്കോസ് നിന്റെ ബ്ലഡ് ഷുഗർ ഡൗൺ ആ, ബ്ലഡ് പ്രഷർ ഡൗൺ ആ, എന്തും സംഭവിക്കും. ബ്ലഡ് പ്രഷർ ഡൗൺ ആയുള്ള റിസ്ക് എന്താണെന്ന് നഴ്സുമാർക്ക് അറിയാം. ഞാൻ പറഞ്ഞു അച്ചച്ച എനിക്ക് ഇത് ഉള്ളി പറയാൻ വരുമ്പോ തന്നെ ഞാനിത് പറയുന്നത് ഞാൻ പറയും ഇത് എന്റെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. എന്റെ ഉള്ളിൽ ഇങ്ങനെ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് എനിക്ക് അറിയാമെങ്കിലും എനിക്ക് പിശാജ് എന്നെ നോക്കി ചിരിക്കുന്നത് എനിക്ക് ആത്മമണ്ഡലത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിശാജ് പറയാ നിനക്ക് ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറ്റത്തില്ല, നീ ഇരുന്നാൽ നിനക്ക് നിന്റെ കുഞ്ഞ് നഷ്ടപ്പെടും. പെട്ടെന്ന് എന്റെ അന്തരാത്മാവിന്റെ പരിശുദ്ധാത്മാവ് ഒരു ശക്തി എന്നിട്ട് ഞാൻ ഉറക്കെ, നാവിന്റെ ശക്തിയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഇപ്പൊ ഞാൻ പറയുന്ന ദൂതിലേക്ക് വരികയാ. ഞാൻ എനിക്ക് കൈ ഉയർത്താനുള്ള ശക്തിയൊന്നും ഇല്ല.
അച്ഛന്റെ കയ്യിൽ ഇങ്ങനെ ചേർന്ന് കിടക്കാം. പക്ഷെ ഞാൻ എന്റെ കരം ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഉയർത്തിട്ട് പറഞ്ഞു, അച്ചാച്ചാ, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ, എന്റെ മൂക്കിനകത്ത് ശ്വാസമുണ്ടെങ്കിൽ, എന്റെ ദൈവമായി എന്നോട് ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറഞ്ഞതെങ്കിൽ ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കുകയും ചെയ്യും, ഈ തലമുറയെ ഞാൻ പുറത്തെടുക്കുകയും ചെയ്യും. ഉറക്ക ഞാൻ പറഞ്ഞു, ഒന്നല്ല രണ്ടല്ല, ഞാൻ പറഞ്ഞു, അച്ചച്ചാ, ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കും, ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കും. ഇത് വാഗ്ദത്തത്തിന്റെ തലമുറയാണ്, ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. ഇത് 2-3 വട്ടം പറയുകയും എനിക്ക് ശരീരത്തിൽ ഒരു ചൂടിറങ്ങിയിട്ട് അഭിഷേകത്തിന്റെ ഒരു ശക്തി എന്റെ വന്നു. ഞാൻ ആത്മാവി പ്രാർത്ഥിക്കാൻ തുടങ്ങി, അന്യഭാഷ പറയാൻ തുടങ്ങി. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഒരു ഗ്ലാസ് വെള്ളം പെട്ടെന്ന് പ്രാർത്ഥിച്ചെടുക്കാൻ പറഞ്ഞു. അച്ഛൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. ഞാൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് എനിക്ക് തന്നു. ഞാൻ കുടിച്ചു. എനിക്ക് ആശ്വാസം വന്നു. ഞാൻ പറഞ്ഞു, പിശാചേ, നീ എത്രയൊക്കെ തന്ത്രം ഒരുക്കാനും ഇത് വാഗ്ദത്തത്തിന്റെ തലമുറയാണ്, ഇവൻ പുറത്ത് വരിക തന്നെ ചെയ്യും. പിന്നെ തൊട്ട് ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ ദൈവമക്കളോട് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ എന്റെ ഉദരത്തിൽ ഞാൻ കൈവെക്കും. കർത്താവേ, ഇന്ന് എന്റെ ഉപവാസത്തിന്റെ 2ാമത്തെ ദിവസമാണ്. ഇന്നലെ ഉപവസിക്കാൻ കൃപ തന്നു. ഇന്ന് ഞാൻ ഉപവസിക്കുന്ന അങ്ങ് പറഞ്ഞിട്ടാ. എന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ആവശ്യമായ എല്ലാ പോഷകവും അങ്ങ് കൊടുക്കണം. എന്റെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ബലവും അങ്ങ് തരണം. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഉറക്കെ പറയും, ഇത് വാഗ്ദത്തത്തിന്റെ സന്തതി, ഇവൻ പുറത്തു വരിക തന്നെ ചെയ്യും. ഇത് വാഗ്ദത്തത്തിന്റെ സന്തതി, ഇവൻ പുറത്തു വരിക തന്നെ ചെയ്യും. ഞാൻ നോർമലായിട്ട് പ്രസവിക്കും, എനിക്ക് കർത്താവ് വിടുതൽ തരും. ഇത് അനേകരുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യമായി പറയും. ഇങ്ങനെ എല്ലാ ദിവസവും പറയാൻ തുടങ്ങി. പിന്നെ വചനം പറയാൻ തുടങ്ങി. അന്ന് ഞാൻ പറഞ്ഞ വചനം 91 സങ്കീർത്തനം. ഞാൻ പെട്ടെന്ന് ഷോർട്ടാക്കുക. 91 സങ്കീർത്തനം പറയാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ പറയും, എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് എന്നോട് അടുത്ത് വരത്തില്ല, എന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനോട് അടുത്ത് വരത്തില്ല. ഇങ്ങനെ വചനം പറയാൻ തുടങ്ങി. ദൈവമക്കളെ, വചനം പറഞ്ഞ് ജാനുവരി 19 വരെ ഫാസ്റ്റിംഗ്. അതായത് 4 മാസത്തിൽ തുടങ്ങി ഫാസ്റ്റിംഗ് 10 മാസം വരെ. ദൈവമക്കളെ, സംഭവിച്ചത്, ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിച്ചു. ജാനുവരി 20 ആയപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഡെലിവറിയുടെ ടൈമായി. എനിക്ക് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാവും അറിയത്തില്ല. പക്ഷെ എന്നോട് ഞാൻ ലാസ്റ്റ് എന്റെ ഡോക്ടറെ വിളിച്ചു, അതായത് ഹോസ്പിറ്റലിൽ വിളിച്ച് ഡോക്ടറിനോട് പറഞ്ഞ കാര്യം, നിന്റെ ആദ്യത്തെ 2 ഡെലിവറി ഇവിടെ അല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പേടിക്കണം, നിന്റെ 3ാമത്തെ ഡെലിവറിക്ക് നീ ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെല്ലുക. എന്റെ 2 പ്രസവം നടന്ന അതേ സ്ഥലത്ത്. അതിന് മുമ്പ് നടന്നൊരു കാര്യം കൂടെ ഞാൻ ദൈവമക്കളോട് പറയുക. ഞാൻ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ, അതായത് 3rd ട്രൈമസ്റ്റർ കയറിയ സമയത്ത് ഞാൻ എല്ലാ ദിവസവും പോയി എന്റെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം ഫാസ്റ്റിംഗ് അല്ലേ. ചില ദിവസം കർത്താവിനോട് ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറയും. ഒരു നേരം മാത്രം കഴിക്കാൻ പറയും. അപ്പൊ രാത്രി മാത്രമേ കഴിക്കാറുള്ളൂ. ഫുൾ ഡേ അപ്പൊ ഫാസ്റ്റിംഗ്. ചില ദിവസങ്ങൾ, എല്ലാ ദിവസവും അല്ല. അങ്ങനെ ഒരു 7 ദിവസം ഫാസ്റ്റിംഗ് നടന്നപ്പോൾ 7 ദിവസം ഒരു നേരം മാത്രം ഞാൻ ഫുഡ് കഴിച്ചു. അപ്പൊ എനിക്ക് ഉള്ളിൽ അറിയാൻ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പൊ എന്നെ കാണുന്നവരെല്ലാം പറയുന്നു, അക്സ, നീ മെലിഞ്ഞു പോ, നീ എന്താ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഞാൻ അല്ല, അതെന്റെ ക്ഷീണമാണ്. ഞാൻ പ്രഗ്നന്റ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് മെലിയും. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയം എന്റെ ഉള്ളിൽ ഒരു ദിവസം തോന്നി, പോയി വെയിറ്റ് ചെക്ക് ചെയ്യണം. ഞാൻ പോയി വെയിറ്റ് ചെക്ക് ചെയ്തു. അപ്പൊ ഇവിടത്തെ വെച്ചാൽ ഞാൻ പറഞ്ഞ 130 pounds ആയിരുന്നു ഞാൻ. സെപ്റ്റംബറിൽ ചെക്ക് ചെയ്തപ്പോൾ 130 pound, ഒക്ടോബറിൽ ചെക്ക് ചെയ്തപ്പോൾ 130 pound, നവംബറിൽ ചെക്ക് ചെയ്യും, എല്ലാ മാസവും ചെക്ക് ചെയ്യുമ്പോൾ 130 pound. അപ്പൊ ഞാൻ ആദ്യം ഓർത്ത് ഞങ്ങളുടെ വെയിങ് മെഷീന്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ആന്റിയുടെ വീട്ടിൽ പോയി വെയിറ്റ് ചെക്ക് ചെയ്തു. അപ്പോഴും 130 pound. അപ്പൊ എനിക്കറിയാം 1 ഗ്രാം പോലും ഞാൻ കൂടുന്നില്ല. അപ്പൊ എന്ത് വരാൻ തുടങ്ങും? ഡൗട്ട് വരാൻ തുടങ്ങി. അയ്യോ, എന്റെ കുഞ്ഞ് ഉദരത്തിൽ വളരുന്നില്ലേ? അപ്പൊ പേടി വരാൻ തുടങ്ങി. അയ്യോ കർത്താവെ, ഞാൻ ഉപവസിച്ചത് തെറ്റായി പോയോ? അയ്യോ, ഇത് മാനുഷികമായത് വല്ലോ ആയിരുന്നു? ഇങ്ങനെ ചിന്തകൾ, ഞാൻ പറഞ്ഞ പിശാച തോട്ടിക്കൊണ്ടിടുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ വെയിറ്റ് വെക്കുന്നില്ല, എനിക്ക് തോന്നുന്നു കുഞ്ഞ് വളരുന്നില്ലെന്നാ തോന്നുന്നത്, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, നോ, നീയല്ലേ പറഞ്ഞത് വാഗ്ദത്ത പ്രോമിസ് കുഞ്ഞാന്ന്, നോ, കുഞ്ഞ് പുറത്തു വരും. അപ്പൊ അച്ഛൻ വില കിടക്കാൻ ഇല്ല. മമ്മി എന്നോട് പറഞ്ഞു, നെഗറ്റീവ് പറയരുത്, നീ വാ തുറന്നത് പറയരുത്. പിശാച് തോട്ട് കൊണ്ട് ഉള്ളിൽ ഇട്ടാൽ നീ വാ കൊണ്ടത് പറയരുത്. ഞാൻ അപ്പൊ പറയാൻ തുടങ്ങി, ഇല്ല, എനിക്ക് ആയുസ്സുള്ള, ആരോഗ്യമുള്ള, മിടുക്കനായ ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും. ഇങ്ങനെ പറയാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? അൾട്രാസൗണ്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. കുഞ്ഞിന് കൈയുണ്ടോ, മൂക്കുണ്ടോ, വായുണ്ടോ ഒന്നും അറിയത്തില്ല. അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴല്ലേ നമ്മൾ കുഞ്ഞിനെ കാണുന്നത്. ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ദൈവകൃപയിൽ ഷോർട്ടാക്കി പറയാം, ജാനുവരി 20 രാവിലെ 10:15 ആയപ്പോൾ ദൈവം എനിക്ക് സുഖകരമായി വിടുതൽ തന്നു. എന്റെ കുഞ്ഞ് പുറത്ത് വന്നപ്പോൾ എന്റെ ചിന്ത മൊത്തം ഇച്ചിരി ഉള്ളായിരിക്കും കുഞ്ഞ്. എന്നാൽ സംഭവിച്ചത്, ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ കാണുന്നത് 8 pounds ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞ്. 8 pounds 3 ounces, അതായത് 3 കിലോ 850 ഗ്രാം. എന്റെ 3 കുഞ്ഞുങ്ങളിൽ ഏറ്റവും വെയിറ്റ് ഉള്ള കുഞ്ഞവനാ. ഹല്ലേലൂയ. ബാക്കി 2 പ്രഗ്നൻസിയിൽ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു, ഒക്കെ ഉണ്ട്. പക്ഷെ 3ാമത്തെ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത്. അവനെ കണ്ടാലും അറിയാം, അവൻ ഇപ്പൊ 3 മാസം ഉള്ളതിലും ഞാൻ എപ്പോഴും അവനോട്, അവൻ എന്റെ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ഞാൻ പറയും, കർത്താവ്, ഇതൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് നീ ചെയ്താൽ, കർത്താവിനോട് പറയുന്ന വാക്ക് നീ അനുസരിച്ചാൽ,
നീ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. പകരം ഡോക്ടർ പറയുന്നതും നിന്റെ അമ്മച്ചി പറയുന്നതും നാട്ടുകാർ പറയുന്നതും നീ കേട്ടോണ്ടിരുന്ന സംഭവിക്കുന്നെന്നറിയോ? അവര് മാനുഷികമായി ഇത് പറയുമ്പോൾ നിന്റെ സൃഷ്ടാവ് നിന്നെ നോക്കി പറയുന്നത് നീ ഒന്ന് ഏറ്റു പറയാമോ? കർത്താവ് നിന്നെ നോക്കി പറയാ, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു. വാക്തത്വം തന്നിട്ടുണ്ട്. ആ വാക്തത്വം മുറുകെ പിടിച്ചിട്ട് പറയണം, എന്നോട് വാക്തത്വം പറഞ്ഞിട്ടുണ്ട് എന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുന്നു. ചിലപ്പോ പഠിക്കാൻ മണ്ടനായിരിക്കാം, പക്ഷെ കൊച്ചിനോട് ദൈവാത്മാ നിങ്ങളോട് ദൂത് പറഞ്ഞിട്ടുണ്ട് നിന്റെ കുഞ്ഞുങ്ങൾ ദേശത്ത് ചെല്ലുമെന്ന്. കർത്താവ് നിങ്ങളോട് ദൂത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കടം മാറുമെന്ന്. കർത്താവ് നിങ്ങളോട് വാഗ്ദത്തം തന്നിട്ടുണ്ട് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു. നിങ്ങൾ ആര് പറയുന്നത് അനുസരിക്കും? ദൈവം പറയുന്നത് അനുസരിക്കുമോ? മനുഷ്യർ പറയുന്നത് കേൾക്കുമോ? ദൈവം പറയുന്നതാണെങ്കിൽ പ്ലീസ് ഒബേ വാട്ട് ഹി ഡിഡ്. ദൈവം പറയുന്നത് അനുസരിക്കുക. ദൈവം നിങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്യും. മനസ്സിലായോ? ഞാൻ കൺക്ലൂഡ് ചെയ്യുക. വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അതിന്റെ ഫലം സൃഷ്ടിക്കും. മനസ്സിലായോ? അതുകൊണ്ട് പോസിറ്റീവായിട്ട് പറയുക. ഏത് നെഗറ്റീവ് സാഹചര്യങ്ങളും പോസിറ്റീവ് പറയുക. 2, ദൈവസന്നിധിയിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവേ അതാണ് എന്റെ തെറ്റെങ്കിൽ ഞാൻ ഇന്ന് തിരിച്ചു വരുക. അപ്പം പറഞ്ഞത് ഞാൻ എടുത്ത തീരുമാനങ്ങളിലേക്ക് ഞാൻ മടങ്ങി വരിക, ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? ഇന്ന് ലാസ്റ്റത്തെ 1 മിനിറ്റ് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? സമർപ്പിച്ച്. എനിക്കറിയാം സമയം അല്പം മുന്നോട്ട് പോയെന്ന്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്റെ ജീവിതത്തിൽ കുറവ് വന്നു പോയപ്പാ, ഞാൻ എടുത്ത പല തീരുമാനങ്ങളിലും എനിക്ക് തീരുമാനം ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ അപ്പൻ സ്നേഹിക്കുന്ന ദൈവമാ മക്കളെ. നമ്മുടെ കർത്താവിന് നമ്മുടെ കുറവുകൾ അറിയാം. ദൈവസന്നിധി ഒന്ന് പറയാപ്പാ, ഞാൻ എടുത്ത പല തീരുമാനങ്ങൾ ചെയ്യും, എന്നാൽ ഇനിയുള്ള സമയം എനിക്ക് നൽകുന്നെങ്കിൽ ഞാൻ ആ തീരുമാനത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുക. എന്റെ ശക്തി കൊണ്ട് എനിക്ക് പറ്റത്തില്ല, പക്ഷേ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. എന്റെ പ്രാർത്ഥനാ കുറവുകളാണ്. ഞാൻ തീരുമാനം എടുത്തത് ചെയ്യാത്തതാണ് എന്റെ വിടുതലിന്റെ തടസ്സമെങ്കിൽ, എന്റെ തലമുറയുടെ വിടുതൽ തടസ്സമെങ്കിൽ ഞാൻ അത് തിരുത്താൻ തയ്യാറാ. എന്റെ വാക്ക് നിമിത്തം കോപിച്ച് എന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കരുത്. അങ്ങനെ നശിപ്പിച്ച അവസരം ഉണ്ടെങ്കിൽ അപ്പാ അതിനെ ഒന്ന് പുനഃസൃഷ്ടിക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി തന്നെ നിന്റെ ജീവിതത്തിലെ വിടുതലിന്റെ രാത്രിയാ. ചില വിഷയങ്ങളുടെ മേൽ കർത്താവ് ഇന്ന് തൊടും, ഇപ്പത്തൊടും. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ തീരുമാനത്തിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന ആ മൊമെന്റിൽ നിങ്ങളുടെ ആ വിഷയത്തിന് മേൽ ദൈവം തൊടാൻ പോവാം. കർത്താവെ, ഞാൻ മടങ്ങി വരിക,